जय श्री कृष्ण चैतन्य प्रभु नित्यानंदा श्री अद्वैत गदाधरा श्रीवासादि गौरभक्तवृंदा। जय श्री कृष्ण चैतन्य प्रभु नित्यानंदा श्री अद्वैत गदाधरा श्रीवासादि गौरभक्तवृंदा। जय श्री कृष्ण चैतन्य प्रभु नित्यानंदा श्री अद्वैत गदाधरा श्रीवासादि गौरभक्तवृंदा। उग्रं वीरं महाविष्णुं ज्वलन्तं सर्वतोमुखं नरसिंहं विष्णुमुद्रं मृत्योर्मृत्युं नमाम्यहम्। जय नरसिंह श्री नरसिंह जय जय नरसिंह जय प्रह्लादेश जय पद्ममुख मुख पद्मभृंग पत्युत्तनास नरसिंह भगवान की जय। प्रहलाद महाराज की जय। गुरुदेव महाराज की जय। शिला प्रभुपाद की जय। गौर प्रमानंदे। ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ നമ്മളുടെ ജപം നമ്മള് ഈ ഇപ്പൊ ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ യുദ്ധം എത്രയും പെട്ടെന്ന് തീരാനും അതിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് ഒരു ആശ്വാസമേകാനും വേണ്ടിയിട്ട് നമ്മള് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അതുപോലെ ഇന്നലെ ഇവിടെ എന്താണ് ഈ ചരിത്രത്തിൽ ഇങ്ങനെ നടക്കാത്ത രീതിയിലൊരു മഴ ഇവിടെ ഉണ്ടായി. അപ്പം സാധാരണ ഇതിൽ നാട്ടിലുമൊക്കെ മഴ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ മരുഭൂമിയിൽ ഇതുപോലെ ഒരു മഴ പെയ്യും അത് ഇങ്ങനെ ആകുമെന്ന് ഞാൻ വിചാരിച്ചു. ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് തന്നെ അതിഭയങ്കരമായ കാറ്റ്, ഇടി, മിന്നല്, മഴ. അതായത് സാധാരണ ഇത് മഴ ഒക്കെ ഇവിടുത്തെ റോഡൊക്കെ നല്ല റോഡുമാണ്. പക്ഷെ വെള്ളം അങ്ങനെ പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഇവിടെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഉടനെ വെള്ളം പൊങ്ങും. നമ്മുടെ നാട്ടിലത്തെ പോലെ മണ്ണ് വെള്ളം താഴുന്ന മണ്ണല്ല. അങ്ങനെ മുൻപ് കാണാൻ പറ്റാത്ത ഒരവസ്ഥയില്, അതായത് ഒരു കർട്ടൻ ഇട്ട് മറച്ചിരിക്കുന്ന പോലത്തെ ഒരു മഴയായിരുന്നു ഇന്നലെ. ഞങ്ങൾ അവിടുന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങി എങ്ങനെ സകല ദൈവങ്ങളെ വിളിച്ച് അവിടെ എത്തിയത്. റോഡ് കാണാൻ പറ്റുന്നില്ല, ടയറൊക്കെ വെള്ളത്തിൽ മുങ്ങി, കാറ്റടിക്കുന്നു, അതിന്റെ ഇടയ്ക്ക് വണ്ടിയുടെ മഡ്ഗാർഡൊക്കെ ഇളകി. അങ്ങനെ എങ്ങനെയോ ഇവിടെ എത്തി. മുമ്പിലിരിക്കുന്ന വണ്ടിക്കിട്ടൊക്കെ കൂട്ടിയിടിക്കാതെ എത്തിയത് പരമഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി. കാര്യം മുമ്പിലിരിക്കുന്ന വണ്ടി കാണാൻ പറ്റുന്നില്ല. അതിഭയങ്കരമായ മഴ. ലൈറ്റൊക്കെ ഇട്ടിട്ടും എല്ലാം ഇട്ടിട്ടും മുമ്പിലിരിക്കുന്ന വണ്ടി പോലും കാണാൻ പറ്റില്ലാത്ത രീതിയിൽ തിക്കായിട്ട് വെള്ളം വരുന്ന മഴ. അത് ഈ മരുഭൂമിക്കൊന്നും താങ്ങാൻ പറ്റുന്നതല്ല. അങ്ങനെ ഇവിടം വരെ ഒരു തരത്തിൽ എത്തി. ഇവിടെ കയറി കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഒരു താങ്ക്സ് പറഞ്ഞ് ഇവിടെ നിന്ന്. അത്രയ്ക്ക് അതിഭയങ്കരമായ മഴയായിരുന്നു. അത് ഇന്ന് രാവിലെ വരെയൊക്കെ ഉണ്ടായിരുന്നു. തീവ്രമായിട്ടില്ല എങ്കിലും പക്ഷെ ഇന്നലെ ഒരുപാട് നേരം നിന്ന് പെയ്ത ഒരു സംഭവമാണ്. അത് പല സ്ഥലത്തും പ്രളയമൊക്കെ ഉണ്ടാക്കിയെന്ന് കേട്ടു. അറിയില്ല എന്തൊക്കെ കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നതെന്നൊക്കെ. വെള്ളത്തിൽ ഒഴുകി പോവുകയോ കാറിനകത്ത് വെള്ളം കയറി അകപ്പെടുവോ എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വ്യാകുലപ്പെട്ടു പോയി. അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പൊ യുദ്ധം എല്ലാം കഴിഞ്ഞ് ഒരാഴ്ചയായിട്ട് ഒരു അവധിയായിരുന്നു എന്ന് വിചാരിച്ചപ്പോ ഇന്ന് എവിടെയോ പൊട്ടി. കുറച്ചു മുൻപേ സൈറനൊക്കെ വന്നു. ഉച്ചയ്ക്ക് മുൻപേ. പക്ഷെ നമുക്ക് സൗണ്ട് കേട്ടില്ല. അത് ദൂരെ എവിടെയോ ആയിരുന്നെന്ന് തോന്നുന്നു. അവരുടെ ഇനി വെള്ളവും നമ്മുടെ എന്നെ വെള്ളം കൂടി മുട്ടിക്കാനൊക്കെയാണെന്ന് പറയുന്ന കേട്ടു ഉദ്ദേശം. നമുക്കറിയില്ല. വെള്ളവും ഇലക്ട്രിസിറ്റി ഒക്കെ ഇല്ലാതാക്കുക എന്നൊക്കെ ഇങ്ങനെ കേട്ടു. അറിയില്ല, ഭഗവാനെ അറിയുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തീരട്ടെ. അതുപോലെ തന്നെ എല്ലാവർക്കും ഇന്ന് രാമനവമി ആശംസകൾ. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അവതാരം എടുത്ത ദിവസമാണ്. അപ്പം നമുക്കറിയാം അദ്ദേഹം മര്യാദ പുരുഷോത്തമനാണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം പലതരത്തിലുള്ള റോളുകളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് നമുക്കറിയാം അല്ലെ. ഒരു ഉത്തമനായ പുത്രൻ എങ്ങനെയാണെന്നും അതുപോലെ തന്നെ ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണമെന്നും നമുക്ക് പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് തരുന്നു. ഒരു രാജാവ് എങ്ങനെയായിരിക്കണമെന്നും അതുപോലെ ഒരു സഹോദരൻ എങ്ങനെയായിരിക്കണമെന്നും അതുപോലെ തന്നെ രാജ്യം എങ്ങനെ പരിപാലിക്കണമെന്നും പ്രജകളോട് എങ്ങനെ ഒരു രാജാവ് ചെയ്യണമെന്നും അങ്ങനെ 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 എത്ര എത്ര കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു ഭഗവാനാണ് ശ്രീരാമചന്ദ്രൻ. അപ്പൊ അദ്ദേഹത്തിന് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഫോളോ ചെയ്യാം, അനുകരിക്കാം അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ. പക്ഷെ ശ്രീകൃഷ്ണ ഭഗവാനാണെങ്കിൽ വ്യത്യാസമുണ്ട്. നമുക്ക് അദ്ദേഹം ചെയ്ത കാര്യങ്ങള് ഒരിക്കലും അനുകരിക്കാൻ പറ്റില്ലാത്ത കാര്യങ്ങളിലാണ്. കാര്യം ഒരു മനുഷ്യൻ എന്നുള്ള ലെവലിലല്ല ചെയ്തത്, സാക്ഷാൽ ഭഗവാൻ എന്നുള്ള രീതിയിൽ ചെയ്ത കാര്യങ്ങളാണ്. അത് നമുക്ക് ഒരിക്കലും അനുകരിക്കാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഈ പഠിക്കുന്ന ഭഗവത്ഗീതയിലൂടെ നമുക്ക് പൂർണ്ണമായിട്ടും അനുകരിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. ഒന്നും പറ്റാത്ത കാര്യങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അതേപടി ഫോളോ ചെയ്യുക. ശ്രീരാമചന്ദ്ര ഭഗവാൻ ജീവിച്ച് കാണിച്ച കാര്യങ്ങൾ നമ്മൾ അതേപടി ഫോളോ ചെയ്യുക. ഇതാണ് നമ്മൾ
ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത്. നമുക്കിപ്പോ അറിയാം, ആ, രാമനാമത്തിന് മഹിമ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? രാമനാമം എന്ന് പറയുന്നത് രാമനേക്കാളും പവർഫുൾ ആണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? അത് എങ്ങനെയാ ഭഗവാനേക്കാളും പവർഫുൾ? ഭഗവാന്റെ നാമം, ഭഗവാൻ അത് കാണിച്ചു തരുമായിരുന്നു ഒരു ലീലയിൽ കൂടെ. സേതുബന്ധന സമയത്ത് ഭഗവാന്റെ ഭഗവാൻ നോക്കിക്കഴിഞ്ഞപ്പോഴും തന്നെ ഭഗവാന്റെ നാമം ചൊല്ലി വാനരന്മാരൊക്കെ ശിലയിടുമ്പോൾ അത് മുങ്ങിക്കിടക്കുന്നു. അപ്പൊ ഭഗവാന്റെ കയ്യിൽ ഒരെണ്ണം ഭഗവാൻ ഒരു ഇത് തരാൻ പറഞ്ഞു. ഭഗവാൻ അതിട്ട് കഴിഞ്ഞപ്പോഴത്തേനും അത് താന്നുപോയി. അപ്പം ഭഗവാൻ തന്നെ ഭഗവാന്റെ നാമം ചൊല്ലി ആ ശില ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ ശില പൊങ്ങി നിന്നു. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന് ശക്തിയില്ല എന്നല്ല അതിന്റെ അർത്ഥം. ഭഗവാന്റെ നാമത്തിന് ഭഗവാനുമായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല. രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും രമിപ്പിക്കുന്നവൻ, സന്തോഷിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം അല്ലെ? അപ്പൊ മര്യാദ പുരുഷോത്തമൻ. അപ്പൊ ഭഗവാൻ മൂന്ന് തരത്തിലുള്ള അവതാരങ്ങൾ എടുത്തു അല്ലെ? ഇദ്ദേഹം ശ്രീരാമചന്ദ്ര ഭഗവാനായിട്ട് ത്രേതായുഗത്തിൽ മര്യാദ പുരുഷോത്തമനായിട്ട് അവതരിച്ചു. ഹരേ കൃഷ്ണ, ആരെയും കാണുന്നില്ലല്ലോ. ഞാന് എന്താ പറഞ്ഞ, കുറെ ബ്ലാക്ക് ബോർഡിലാണ് हरे കാണുന്നത്. कृष्णा प्रभु। ഹരേ हरे കൃഷ്ണ. कृष्णा प्रभु। ഹരേ കൃഷ്ണ. ഞാൻ നോക്കി കഴിയുമ്പോഴത്തേനും ഒരു മനുഷ്യരും ഇല്ല. അങ്ങനെ ക്ലാസ് എടുക്കാണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഈ ഒരു ഇതിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എവിടെയോ നോക്കി ആരെയോ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. അപ്പൊ അങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് പറയാനൊന്നും തോന്നത്തില്ല. കാര്യം നമ്മൾ എവിടെയോ എയറിൽ നോക്കി ഒറ്റയ്ക്ക് ഞാൻ എന്റെ റൂമിൽ ഇരുന്ന് ക്ലാസ് എടുക്കുന്ന ഒരു അനുഭൂതിയാണ് നിങ്ങൾ കുറച്ചു പേര് വീഡിയോ ഓഫ് ചെയ്തിരിക്കുമ്പോഴത്തുള്ള അവസ്ഥ. ചിലപ്പോ അല്ലെങ്കിൽ രതിദേവി മാതാജി, ജ്ഞാനാംബിക മാതാജി എങ്കിലും കാണാറുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ആണ് ഞാൻ മെയിൻ ആയിട്ട് ക്ലാസ് എടുക്കുന്നത്. കാര്യം മറ്റുള്ളവരൊക്കെ ഉണ്ടോ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നമുക്ക് കാണാൻ പറ്റാത്ത സ്ഥിതിക്ക് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും എത്രമാത്രം കേൾക്കുന്നുണ്ടോ ഉൾക്കൊള്ളുന്നു? അത് കാരണമാണ് ഞാൻ പറഞ്ഞ, വേറൊന്നും വിചാരിക്കരുത്. അപ്പം നമ്മള് പറഞ്ഞത് ഭഗവാന്റെ നാമമഹിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാമനാമ മഹിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയതാണ്. രാമനാമം സദാ രാമനാമം ജപിക്കുക. ആ രാമനാമത്തിന്റെ രാമനാമം ജപിക്കാൻ പോലും അറിയാൻ വയ്യാത്ത ഒരു കാട്ടാളൻ, രാമനാമ മഹിമയിൽ രത്നാകരൻ എന്ന് പറയുന്ന കാട്ടാളൻ വാൽമീകിയായി മാറി അല്ലെ? അദ്ദേഹം എങ്ങനെയാണ് രാമ എന്ന് പോലും ജപിക്കാനായിട്ട് അദ്ദേഹത്തിന് നാവ് വഴങ്ങലാത്ത സ്ഥിതിക്ക് സപ്തർഷികളിൽ നാരദമുനി അദ്ദേഹത്തിന് എങ്ങനെ പറഞ്ഞു? മരാമരേത്യ, ആ മരം ഈ മരം, ആ മരം ഈ മരം എന്നുള്ള ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം എന്താണ് ഈ പറയുന്ന രാമായണം മുഴുവൻ രചിച്ചു. അദ്ദേഹം സന്യാസി, ആദ്യ കാവ്യം എഴുതിയ ആളാണ് വാൽമീകി മഹർഷി. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി അല്ലേ? അപ്പൊ രാമനാമത്തിന്റെ മഹിമ എന്ന് പറഞ്ഞാൽ അത്ര വലുതാണ്. മഹാദേവൻ സദാ രാമനാമം ജപിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. രാമഭക്തനാണ്. അപ്പൊ ഇതിൽ ആരാണ് ഭക്തനെന്നും ഭഗവാൻ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ രാമായണത്തിൽ കാണുന്നത് രാമചന്ദ്ര ഭഗവാൻ ആരാധിക്കുന്ന മഹാദേവനെയാണ്. മഹാദേവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്തതായിട്ടാണ് നമുക്ക് രാമായണം നമ്മൾ കേട്ടിട്ടുള്ളത്. സദാ രാമനാമം ചൊല്ലിയിട്ടാണ് ഈ ധ്യാനത്തിൽ ഇരിക്കുന്ന മഹാദേവൻ. അപ്പം ഭക്തനും ഭഗവാനും, കാര്യം ഭഗവാൻ എപ്പോഴും ഭക്തനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഇതിനകത്ത് കാണുന്നത് അല്ലെ? ഭക്തൻ സദാ ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഭഗവാൻ സദാ ഭക്തന് സേവ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം നന്ദിയായിട്ട് വന്നു എന്നാണ് പറയുന്നത്. അതായത് വിഷ്ണു, അതായത് വേറെ രീതിയിൽ ഭഗവാൻ ഡയറക്ട്ലി സേവ ചെയ്യാനായിട്ട് മഹാദേവൻ ഒരിക്കലും അനുവദിക്കത്തില്ല. അതുകൊണ്ട് നന്ദിയായിട്ട് സാക്ഷാൽ വിഷ്ണു തന്നെയാണ് വന്നിരിക്കുന്നതെന്നാണ് ആചാര്യന്മാർ പറയുന്ന രീതി. കാര്യം ഒരിക്കലും മഹാദേവൻ ഭഗവാനെ കൊണ്ട് ദാസ്യവേല ചെയ്യാനായിട്ട് സമ്മതിക്കത്തില്ല, ദാസ്യവൃത്തി. അപ്പൊ അങ്ങനെ ഒരു കാളയുടെ രൂപത്തിൽ വന്നിട്ട് മഹാദേവന് സേവ ചെയ്യുവാണ്. മഹാദേവൻ സദാ ഹരിനാമം ജപിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ആ ഒരു നന്ദി രേഖപ്പെടുത്താനായിട്ട് മഹാദേവന് സേവ ചെയ്യാനായിട്ട്, ഭക്തന് സേവ ചെയ്യാനായിട്ട് സ്വയം ഭഗവാൻ നന്ദിയുടെ രൂപത്തിൽ അവതരിച്ചിരിക്കുന്നു. അപ്പൊ നമ്മള് ഇനി കാണാൻ പോകുന്നത്, നമ്മളെയൊക്കെ എല്ലാവർക്കും അറിയാം വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്നത് ശ്രീ വ്യാസദേവൻ രചിച്ചതാണ്. നമ്മൾ മഹാഭാരതത്തിൽ കൂടെയാണ് ഇത് അറിയുന്നത്, വിഷ്ണു സഹസ്രനാമത്തെ പറ്റി. അതായത് ഇവരുടെ അവസാന സമയത്ത്, ഭീഷ്മദേവരുടെ അവസാന സമയത്ത് അദ്ദേഹം ശരശയ്യയിൽ കിടക്കുന്ന സന്ദർഭം എല്ലാവർക്കും അറിയാവുന്നതാണ്, പലതവണ പറഞ്ഞതുമാണ്. ആ ഭീഷ്മ കിടക്കുന്ന അല്ലെ? സമയത്ത് ഭീഷ്മ ഭീഷ്മപിതാമഹൻ, പിതാമഹന്റെ അവസാനത്ത്.
ആ ഭീഷ്മ പ്രഭു പിതാമഹന്റെ വിഷ്ണുദേവൻ. എന്താണ്? ഭീഷ്മ പിതാമഹൻ. ആ, ഭീഷ്മ പ്രഭു പിതാമഹന്റെ. വിഷ്ണു എന്ന് എന്താ അതെ, അങ്ങനെയാണ് പറഞ്ഞത്. ആ, സോറി. അപ്പൊ ഭീഷ്മ പിതാമഹന്റെ അവസാന ആ ഒരു സമയം, അദ്ദേഹം ശരശയിൽ കിടന്ന് ജീവൻ പോകാനായിട്ട് കാത്തു കിടക്കാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം പരം വൈഷ്ണവനാണ്, 12 മഹാജനങ്ങളിൽ ഒരാളാണ്. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന് ആഗ്രഹം തോന്നി, ഭഗവാനെ കാണണമെന്ന് ആഗ്രഹം തോന്നി, ഭഗവാന്റെ നാമം ജപിക്കണം എന്ന് തോന്നി. അപ്പൊ അതേ സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു? ഈ പഞ്ചപാണ്ഡവരായിട്ടുള്ള യുധിഷ്ഠിരൻ ചോദിച്ചു, അദ്ദേഹത്തിന് ഈ രാഷ്ട്രമീമാംസ, അതായത് ഇനി രാജ്യം ഭരിക്കേണ്ടതാണ് അല്ലെ? രാജ്യം ഭരിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു, രാജ്യതന്ത്രങ്ങൾ അറിയണം, ധർമ്മം അറിയണം, നീതി അറിയണം. അപ്പം ഇത് പറഞ്ഞു തരാൻ പറ്റിയ ഒരാളെ, ഒരേ ഒരാളെ ഉള്ളൂ. അതായത് ഞാനൊരു അനുജനല്ലേ? ശരിക്കും യുധിഷ്ഠിരന്റെ അനുജന്റെ സ്ഥാനത്ത് വരും കൃഷ്ണൻ. ഇപ്പൊ ഭഗവാനാണെന്നും അർജുനന് അറിയാവുന്ന പോലെ അത്രയും ഈ പറയുന്ന യുധിഷ്ഠിരന് അറിയില്ല. പല പല പ്രവൃത്തികളിൽ കൂടെ തെളിഞ്ഞെങ്കിലും മായ എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളത് കൊണ്ട് ഇവർക്കൊന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ബന്ധു അല്ലെങ്കിൽ ഒരു അനുജൻ പറഞ്ഞ് ഒരു ജ്യേഷ്ഠനെ എങ്ങനെ ഇത് പറഞ്ഞ് മനസ്സിലാക്കും? അപ്പൊ ഭഗവാന് അതിന് പറ്റിയ ആളെ തന്നെ തെരഞ്ഞെടുത്തു. അതായത് 3-4 തലമുറകളുടെ മുത്തച്ഛനായിട്ടുള്ള ഭീഷ്മ പിതാമഹനെ തന്നെ തെരഞ്ഞെടുത്തു. അപ്പൊ ഭീഷ്മ പിതാമഹനെയും ഈ എന്റെ അടുത്തേക്ക് ഈ പഞ്ചപാണ്ഡവരുമായിട്ട് നയിച്ചു. അതായത് ഭീഷ്മർ ആഗ്രഹിച്ച് ഭഗവാനെ കാണുമ്പോ ഭഗവാൻ ഈ അപ്പൊ യുധിഷ്ഠിര മഹാരാജാവിനോട് ചോദിക്കാനായിട്ട് ഭഗവാൻ തന്നെ പറഞ്ഞ് യുധിഷ്ഠിര മഹാരാജ് ചോദിക്കുവാണ്, ഈ അതുപോലെ രാഷ്ട്രം, ധർമ്മം, നീതി, ഇതൊക്കെ നിങ്ങളുടെ കൂടെ നടക്കുന്ന ആള് ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ടല്ലേ നിങ്ങൾ ഇത് എന്നോട് ചോദിക്കുന്നത്? അദ്ദേഹത്തിന് അറിയാത്ത യാതൊരു കാര്യങ്ങളില്ല. അദ്ദേഹമാണ് ഇതെല്ലാം രചിച്ചത്. പിന്നെ അദ്ദേഹത്തിന്റെ ഇച്ഛ അത് എന്നിൽ കൂടെ പറയണമെന്നാണ്, എങ്കിൽ ഞാൻ അത് പറയാം എന്ന് പറഞ്ഞിട്ടാണ് ആ വിഷ്ണു പിതാമഹൻ ഈ കാര്യങ്ങൾ മുഴുവൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ യുധിഷ്ഠിരൻ അത് പറഞ്ഞു കൊടുത്തതിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് വിഷ്ണു സഹസ്രനാമം ജപിക്കുവാണ്. വിഷ്ണു സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞിട്ട് ഇത് അപ്പം ഇത് സമസ്ത 33 കോടി ദേവകളും ഈ വിഷ്ണു സഹസ്രനാമം ആ ഭീഷ്മ പിതാമഹൻ ജപിക്കുന്ന നേരത്ത് അവിടെ സന്നിഹിതരായി. ഉപരിലോകങ്ങളിൽ നിന്നുള്ള എല്ലാ ദേവീ ദേവന്മാരും അവിടെ ആകാശമാർഗത്തിൽ ഇത് കേൾക്കാനായിട്ട് വന്നു നിന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് ശ്രീരാം മഹാദേവൻ ദേവി ചോദിച്ചു, കേനോപായന ലഘുന വിഷ്ണോർ നാമ സഹസ്രം പഠ്യതേ പണ്ഡിതേർ നിത്യം ശ്രോതമിച്ഛാമിഹം പ്രഭു എന്ന് പറഞ്ഞ് ആര് പാർവതി ദേവി ചോദിച്ചു. അതായത് ആ ദേവദേവ മഹാദേവ ദേവദേവ ജഗൽപദേ എന്നൊക്കെ പറഞ്ഞ് ഈ പാർവതി ദേവി ചോദിച്ചു. അതായത് ഈ കലിയുഗത്തിൽ, ഇനി വരാൻ പോകുന്ന ഈ യുഗത്തിൽ എന്താണ് ഈ വിഷ്ണു സഹസ്രനാമം ജപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഉച്ചാരണ ശുദ്ധിയോടുകൂടി ഒരു ഗുരു ഉപദേശിച്ചിട്ട് ഈ വിഷ്ണു സഹസ്രനാമം ജപിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ജനങ്ങൾക്ക് അങ്ങേക്ക് എന്താണ് ഉപദേശിക്കാനുള്ളതെന്ന് മഹാദേവനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറയാണ് അദ്ദേഹം, ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. ശ്രീരാമ ശ്രീരാമ ശ്രീരാമ, പിന്നെ 3 പ്രാവശ്യം രാമ എന്ന് പറഞ്ഞാൽ 1000 വിഷ്ണുവിന്റെ നാമത്തിന് തുല്യമാണ് എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ നമ്മള് ഹരേകൃഷ്ണ മഹാമന്ത്ര ജപം ജപിക്കുമ്പോൾ എത്ര സഹസ്രനാമം നമ്മൾ ജപിച്ചു കഴിഞ്ഞു എന്ന് മാത്രം നിങ്ങൾക്ക് ഊഹിക്കാം അല്ലെ? 3 രാമ പറഞ്ഞാൽ തന്നെ 1000 വിഷ്ണുവിന്റെ നാമത്തിന് തുല്യമാണ്. അപ്പൊ നമ്മള് അതുപോലെ തന്നെ ഒരു കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 രാമനാമത്തിന് തുല്യമാണ് ഒരു കൃഷ്ണനാമം. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേനും നമ്മൾ എത്ര കൃഷ്ണായും എത്ര രാമായും ഒരു 16 വാക്കുകളുള്ള ഒരു ഒരു മന്ത്രത്തിൽ തന്നെ മന്ത്രത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ ഒരു മാല ജപിക്കുമ്പോൾ എത്രയാണ്? അതുപോലെ 16 മാല ജപിക്കുമ്പോൾ നമ്മൾ എത്ര വിഷ്ണു സഹസ്രനാമം ജപിച്ചു എന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും മാത്തമാറ്റിക്സ് അറിയാലോ അല്ലെ? അപ്പൊ അതൊന്ന് കൂട്ടി നോക്കുക. അപ്പം ആ രാമനാമത്തിന്റെ മഹത്വം അത്രയ്ക്കാണ്. അപ്പൊ ഈ കലിയുഗത്തിലുള്ള ആൾക്കാർക്ക് ഈ വിഷ്ണു സഹസ്രനാമം, എന്നിട്ട് ഇപ്പോഴും ആൾക്കാരെല്ലാം, ഞാനും വിഷ്ണു സഹസ്രനാമൊക്കെ ബൈഹാർട്ട് പഠിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ നമ്മള് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു സഹസ്രനാമം നമ്മൾ ജപിക്കേണ്ട ആ സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഈ 16 റൗണ്ട് ജപിച്ചു കഴിഞ്ഞാൽ എത്ര വിഷ്ണു സഹസ്രനാമം ജപിച്ചതിന്
തുല്യമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാര്യം അത് നമ്മൾ ഒരു ആചാര്യൻ ഉപദേശിച്ചു തന്നിട്ട് വേണം ജപിക്കാനായിട്ട്. അതുപോലെ തന്നെ അതിനകത്തെ സംസ്കൃതമാണ്, അതിനകത്തെ അർത്ഥവ്യത്യാസം ഒന്നും വരാതെ വേണം ജപിക്കുവാനും. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നമ്മള് ആ ഭഗവാൻ ചെയ്ത കാര്യങ്ങളും എല്ലാം നമ്മൾ പലതവണയായിട്ട് കണ്ടിട്ടുള്ളതാണ്. നമ്മളപ്പോ ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് നമ്മൾ അടുത്ത പോർഷനിലേക്ക് കിടക്കാം. ആ പൂർവം രാമ തപോവനാനി ഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീ ദാഹനം ഖേദത് രാവണ കുംഭകർണ നിധനം ഖേദത്തി രാമായണം. ഹരേ കൃഷ്ണ. അപ്പം ഇത് ആണ് നമ്മൾ പറയുന്നത് ഈ ഏകശ്ലോകി രാമായണം എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളോട് കൂടി, രാമായണത്തിലെ മൊത്തം കാര്യങ്ങളോട് കൂടി ഒറ്റ ശ്ലോകം. ഇപ്പൊ ഏകശ്ലോകി രാമായണമാണ് നമ്മൾ വായിച്ചത്. ഈ രാമായണം ഉള്ളവര് ആ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അവതാരം മാത്രം അത്ര ഒരു ചെറിയ പോർഷൻ നമുക്ക് വായിച്ചിട്ട് തുടങ്ങാം. ഹരി ശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ. അതെ. ഹരി ശ്രീ ഗണപതേ നമ. വിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയം. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ആ ശ്രീരാമാവതാരം എന്നുള്ള ഒരു ചെറിയ പോർഷൻ നമ്മൾ ചെയ്യാൻ പോവാണ്. രാമായണം ഉള്ളവരൊക്കെ എടുത്തോ. ഒന്ന് എന്റെ കൂടെ ഞാൻ എല്ലാവർക്കും വായിക്കാനായിട്ടുള്ള പോർഷൻ ഇല്ല. നമ്മൾ വളരെ കുറച്ച് പോർഷൻ എടുക്കുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചുള്ളവരെ നോക്കിയിരിക്കുക. ശ്രീരാമാവതാരം. ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലമർഭകന്മാരും നാൽവർ പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ. നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി. നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി. കർക്കടകത്തിൽ അച്യുത സ്ഥിതനായിട്ടല്ലോ അർക്കനും അച്യുസ്തന ഉദയം കർക്കടകം. അർക്കജന്തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചു ദേവകളും. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പെറ്റിതു കൈകേകിയും പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേന്നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേശ്വരൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നുടെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യക്കും. സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നത് പോലെ സഹസ്രപത്രോദ്ഭവ നാരദ സനകാദി സഹസ്രനേത്രമുഖ വിബുധേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പോരു നിർമ്മല മകുടവും സുന്ദര ചികരവും അളക സുഷമയും കാരുണ്യാമൃതരസ സമ്പൂർണ നയനവും ആരുണ്യാംബര പരിശോഭിത ജഗനവും ശംഖചക്രാബ്ജ ഗദാശോഭിത ഭുജങ്ങളും ശംഖസന്നിഭ രാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പോരു പാവന ശ്രീവത്സവും കുണ്ടലമുക്താഹാര കാഞ്ചീ നൂപുരമുഖ മണ്ഡലങ്ങളും ഇന്ദുമണ്ഡലവദനവും പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടുണ്ടായോരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗസാക്ഷിയാം
പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനും വന്ദിച്ചു തെരുതരെ സ്തുതിച്ചു തുടങ്ങിനാൾ. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര, നമസ്തേ വാസുദേവ മധുസൂദനാ ഹരേ, നമസ്തേ നാരായണ, നമസ്തേ നരകാരേ, സമസ്തേശ്വരാ ശൗരേ, നമസ്തേ ജഗൽപദേ. നിന്തിരുവടിമായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടു ഭഗവാൻ നക്ഷത്രം പുനർവസു നവമി അല്ലോ തിഥി. നക്ഷത്രം എന്താ? പുനർവസു. പുനർവസു എന്താണ്? ആരുമില്ലേ? പുണർദം പുണർദം പുണർദം. നക്ഷത്രം പുനർവസു നവമി അല്ലോ തിഥി. അതാണ് ശ്രീരാമ നവമി. നമ്മള് നോർത്തിൽ എല്ലാവരും തിഥിയാണ് നോക്കുന്നത് അല്ലെ, നക്ഷത്രമല്ല നോക്കുന്നത്. നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി. നക്ഷത്രാധിപൻ ആരാണ്? ചന്ദ്രൻ. ചന്ദ്രനോട് കൂടെ ബൃഹസ്പതി നിൽക്കുന്നു. ആര്? വ്യാഴം. അതായത് ഒരു വലിയൊരു യോഗമാണ് അല്ലെ. കർക്കടകത്തിൽ അച്യുതനായിട്ടല്ലോ. കർക്കടകത്തില് ചന്ദ്രൻ കർക്കിടകത്തിൽ നിന്നാൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നു എന്ന് പറയും. അപ്പൊ അവിടെ നക്ഷത്രാധിപനോട് കൂടെ ബൃഹസ്പതി നിൽക്കുന്നു. അർക്കനും അത്യുച്ചസ്ഥൻ ഉദയം കർക്കടകം. അപ്പൊ ഈ കർക്കടകം രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ കർക്കിടക മാസത്തിൽ നമ്മൾ നാട്ടിൽ മലയാളികൾ മാത്രം എന്താണ് ശ്രീരാമന്റെ അവതാരം കർക്കടകത്തിലാണെന്ന് വിചാരിച്ച് കർക്കടക രാശിയും ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. പക്ഷെ നാട്ടില് മാത്രം എന്താണ് കർക്കിടക മാസം ഒരു പഞ്ഞമാസം ഒക്കെയാണ്, മഴയൊക്കെ പെയ്യുന്ന സമയമായതുകൊണ്ട് നാട്ടില് ആൾക്കാർ അങ്ങനെ നാമം ജപിച്ചെങ്കിലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഏതോ മഹാന്മാര് തുടങ്ങി വെച്ചാണ് രാമായണ മാസമൊക്കെ. പക്ഷെ ശരിക്കും ഈ സമയത്താണ് രാമനവമിയാണ് ഭഗവാന്റെ അവതാരം നടന്നത്. അപ്പം അർക്കജൻ തുലാത്തിലും, അർക്കജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശനി. ശനി തുലാത്തില്. അർക്കജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യപുത്രൻ ശനി. ഭാർഗവൻ മീനത്തിലും. അതായത് ഭാർഗവൻ ആരാണ്? ആരാ ഭാർഗവൻ? ശുക്രൻ. മീനത്തിൽ ശുക്രൻ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11-ാമിടത്ത് ശുക്രനാണ് അല്ലെ. ഭയങ്കര വലിയ ഒരു യോഗമാണത്. വക്രനും അച്യുതനായി മകരം രാശി തന്നിൽ. അപ്പൊ വക്രഗതിയിൽ നിൽക്കുകയാണ് മകര രാശിയില്. ഈ വക്രത്തിൽ പോകുന്ന ആരാണ്? മിക്കവാറും ഈ ഈ ശനിയാണ് വക്രത്തിൽ പോകുന്നത് അല്ലെ. ഈ അതായത് ഇടയ്ക്ക് വളഞ്ഞ് സഞ്ചരിക്കും. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ അവതരിച്ചു, ദിക്കുകളൊക്കെ പ്രസാദിച്ചു. അപ്പൊ ഈ നക്ഷത്രങ്ങളെല്ലാം നല്ല ഉച്ചസ്ഥാനത്ത് നിൽക്കുക, രാശികളെല്ലാം വളരെ നിൽക്കുന്ന സമയത്താണ് എന്താണ് ജന്മനാശാതിരഹിതനായിട്ടുള്ള ഭഗവാൻ ജനിക്കുന്നത്. ജന്മവും ഇല്ല നാശവും ഇല്ലാത്ത ഭഗവാൻ ജനിക്കുന്നു. അതെങ്ങനെയാ ശരിയാകുന്നത്? അതായത് നമുക്കറിയാം ഇത് ഭഗവാന്റെ അവതാര ലീലയാണ്. ഭഗവാൻ ഒരിക്കലും ജനനവും ഇല്ല മരണവും ഇല്ല നമ്മൾ കണ്ടു അല്ലെ. ഭക്തവാത്സല്യം, അതുപോലെ തന്നെ വേറൊരു വാക്ക് പറയുന്നത് ഭക്തവാത്സല്യം ഭക്തന്മാർക്ക് കണ്ടറിയുവാനായി വ്യക്തമായി ഇരിപ്പോരു പാവന ശ്രീവത്സവും കുണ്ടല മുക്താഹാര കാഞ്ചീനൂപുര മുഖമണ്ഡല ബിന്ദുമണ്ഡല വദനവും പണ്ട് ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും. ഭക്തവാത്സല്യം ഭഗവാന്മാർക്ക് വരാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ഒരു അടയാളം അവിടെ കാണിച്ചു കൊടുത്തു കൗസല്യാദേവിക്ക്. അതെന്താണ്? ഭക്തവാത്സല്യ പാരവശ്യം ഭക്തന്മാർക്ക് ഉണ്ടാകാനായിട്ട്. ഭഗവാനെ ഒരാൾ ചവിട്ടിയപ്പോഴാണ്, ആരാണ് ചവിട്ടിയത് ഭഗവാനെ? ഭൃഗു ഭൃഗു മഹർഷി. മഹർഷി. ഭൃഗു മഹർഷി ചവിട്ടിയപ്പോൾ എന്ത് ചെയ്തു? ഭഗവാൻ അത് അടയാളം ആയിട്ട് സ്വീകരിച്ചു. അത് ആ ഒരു അദ്ദേഹത്തിനോട് ചോദിച്ചു, കാൽപാദത്തിന് എന്തെങ്കിലും വേദനയുണ്ടായോ വിഷമം ഉണ്ടായോ എന്ന് വെച്ചാൽ ഭഗവാൻ ആ പാദങ്ങൾ സ്വീകരിച്ചു. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ എന്താണ്? ഭക്തന്മാർക്ക് ഭക്തപാരവശ്യം ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കാണിച്ചുകൊണ്ടാണ് ഭഗവാൻ അവിടെ വന്ന് പിറന്നത് അല്ലെ. അതുപോലെ തന്നെ എന്താ മകരകുണ്ടലവും അതുപോലെ തന്നെ അതുപോലെ കൗസ്തുവ മണി രത്നങ്ങളും എല്ലാം അണിഞ്ഞ് ആണ് ഭഗവാൻ സർവ്വ ആഭരണ വിഭൂഷണനായിട്ടാണ് അവതാരം എടുത്തത്. അപ്പൊ അങ്ങനെയുള്ള ആ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ആ ഒരു അവതാര ദിനത്തിൽ എല്ലാവർക്കും ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ആ ഒരു കൃപയും സദാ രാമനാമം ജപിക്കാനായിട്ട് ഇടയാകട്ടെ. അതുപോലെ തന്നെ എന്താണ്
സദാ നാമസ്മരണ ഉണ്ടാകാനൊക്കെ ഇടാകട്ടെ എന്ന് ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ രാം. ജയ് ശ്രീരാം. അപ്പം അങ്ങനെ നമ്മൾ ഇന്നത്തെ പോർഷനിലേക്ക് കിടക്കാണ്. ഇന്നത്തേത് ശ്ലോകം ഏതാണ് അറിയാമോ? ശ്ലോകം 37. 37 37 അധ്യായം 4 ശ്ലോകം 37. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ആ അതീന്ദ്രിയ ജ്ഞാനത്തിലെ 37ാമത്തെ ശ്ലോകം. യഥൈധാംസി സമിദ്ധോഗ്നിർ ഭസ്മസാത് കുരുതേ അർജുന ജ്ഞാനാഗ്നിഃ സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. യഥൈധാംസി സമിദ്ധോഗ്നിർ ഭസ്മാസ്മാത് കുരുതേ അർജുന ജ്ഞാനാഗ്നിഃ സർവകർമാണി ഭസ്മാത് കുരുതേ തഥാ. യഥൈധാംസി സമിദ്ധോഗ്നിർ ഭസ്മാസ്മാത് കുരുതേ അർജുനാൻ ജ്ഞാനാഗ്നിഃ സർവകർമാണി ഭസ്മാത് കുരുതേ തഥാ. ഹരേ കൃഷ്ണ. സബിത മാതാജി. ഹരേ കൃഷ്ണ. യഥേധാംസി സമിതോ അഗ്നിർ ഭസ്മസാത് കുരുതേ സമിദ്ധോഗ്നി ഭസ്മസാത് കുരുതേ അർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 37. യഥൈതാംസി സമിത്തോഗ്നിർ ഭസ്മാസാത് കുരുതേ അർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മാസാത് കുരുതേ തഥാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശോഭന മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. അധ്യായം 4 അതീന്ദ്രിയ ജ്ഞാനം ശ്ലോകം 37. ഓ നമോ ഭഗവതേ വാസുദേവായ. യഥാദംസി സമിധോ അഗ്നിർഭവതി ഗുരുതേ അർജുന ജ്ഞാനാഗ്നിഃ സർവകർമാണി ഭസ്മോസാത് ഗുരുതേ തഥാ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭാതരുടെ പദാനുപദ തർജ്ജമ. ജയ ശ്രീല പ്രഭാത്. അർജുന ഹേ അർജുന സമിദ്ധഃ ജ്വലിതമായ അഗ്നി ഏധാംസി വിറകുകളെ യാതൊരു പ്രകാരം സാത് കുരുതി ഭസ്മീകരിക്കുന്നുവോ തഥാ അപ്രകാരം ജ്ഞാനമായ അഗ്നി സർവകർമാണി സർവകർമ്മഫലങ്ങളെയും ഭസ്മാത് കുരുതി ഭസ്മീകരിക്കുന്നു. വിവർത്തന ഭാവാർത്ഥം. ഡിവൈൻ ഗ്രേസ് എ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭാത്. ജയ ശ്രീല പ്രഭാത്. അല്ലയോ അർജുന, കത്തുന്ന തീ വിറകിനെ എന്ന പോലെ ജ്ഞാനമാകുന്ന അഗ്നി സർവ കർമ്മഫലങ്ങളെയും ഭസ്മമാക്കുന്നു. എന്റെ ഭാവാർത്ഥം നമുക്ക് നോക്കാം. ഭാവാർത്ഥം രാധിക മാതാജി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം വൈ ശ്രീല പ്രഭുപാദ് കി ജയ്. ജീവാത്മാവ്, പരമാത്മാവ് ഇവരുടെ പരസ്പര ബന്ധം എന്നിവയെക്കുറിച്ചുള്ള പൂർണ്ണജ്ഞാനത്തെ ഇവിടെ അഗ്നിയോട് ഉപമിച്ചിരിക്കുന്നു. പാപകർമ്മങ്ങളുടെ മാത്രമല്ല പുണ്യകർമ്മങ്ങളുടെയും ഫലങ്ങൾ ഈ അഗ്നിയിൽ ചാമ്പലാകുന്നു. കർമ്മത്തിന്റെ പ്രതിപ്രവർത്തനങ്ങൾക്ക് പല അവസ്ഥകളുണ്ട്. അങ്കുരാവസ്ഥ, ഫലോദയാവസ്ഥ, നേടിക്കഴിഞ്ഞ അവസ്ഥ, വരാനിരിക്കുന്ന അവസ്ഥ. എന്നാൽ ജീവസത്തയുടെ മൂലസ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഇവയെ മുഴുവൻ ഭസ്മീകരിക്കും. ഒരാൾ പൂർണ്ണജ്ഞാനാവസ്ഥയിലെത്തുമ്പോൾ കഴിഞ്ഞതും കഴിയാനിരിക്കുന്നതുമായ എല്ലാ കർമ്മങ്ങളും നശിച്ചു പോകും. വേദങ്ങൾ ഘോഷിക്കുന്നു, ഉഭേ ഉഹൈവൈഷ ഏതേ തരത്യമൃത സാധുസാധൂനി. ഒരാൾ പുണ്യപാപ ഫലങ്ങൾക്ക് അതീതനാകുന്നു. ബൃഹദാരണ്യകോപനിഷത്ത് 4:4-22. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്. നമ്മൾ ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലയോ അർജുന, കത്തുന്ന തീ വിറകിനെ എന്ന പോലെ, അതായത് തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ വിറക് ഭസ്മമാക്കുന്നത് പോലെ തന്നെ ജ്ഞാനമാകുന്ന അഗ്നി സർവ കർമ്മഫലങ്ങളെ ഭസ്മമാക്കുന്നു. ജ്ഞാനത്തിന് ഒരു അഗ്നിയോട് ഉപമിച്ചിരിക്കുന്നു. കാര്യം എന്താണ്? ജ്ഞാനം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത്
കർമ്മഫലങ്ങളെ അത് ഭസ്മീകരിക്കുന്നു. ജ്ഞാനത്തെ, അതുകൊണ്ടാണ് ജ്ഞാനത്തെ എന്താണ് അഗ്നിയോട് ഉപമിച്ചിരിക്കുന്നത്. അത് ഈ കർമ്മഫലങ്ങളെയെല്ലാം ചുട്ടുകരിച്ചു കളയുന്നു. അല്ലെ? അപ്പൊ എങ്ങനെയാണ് ഈ ജ്ഞാനം? അപ്പൊ എന്ത് ജ്ഞാനമാണ് നമുക്ക് വേണ്ടത്? ഈ ജ്ഞാനം നമുക്ക് എവിടെ നിന്നാണ് കിട്ടേണ്ടത്? അത് എന്തിനെ പറ്റിയുള്ള ജ്ഞാനമാണ് എന്നാണ് നമ്മൾ ഈ അതീന്ദ്രിയ ജ്ഞാനത്തിൽ കൂടെ നമ്മൾ ഇത്രയും കണ്ടുകൊണ്ടിരുന്നത്, അല്ലെ? എന്ത് ജ്ഞാനം? അതായത് ഭഗവാൻ എന്തൊക്കെ ജ്ഞാനമാണ് നമുക്ക് ശരിക്കുള്ളത് വേണ്ടത്? നമ്മൾ ആരാണ്, അല്ലെ? നമ്മൾ ആരാണ്? നമ്മൾ ഭഗവാന്റെ അംശമാണെന്നുള്ള ജ്ഞാനം. പിന്നെ അടുത്തത് എന്താണ്? നമ്മൾ ഈ ശരീരമല്ല, നമ്മൾ ആത്മാവാണ്. അതുപോലെ തന്നെ നമ്മൾ പരമാത്മാവിന്റെ ഒരംശമാണ്, നമ്മൾ ജീവാത്മാവ്. ഇങ്ങനെയൊക്കെയുള്ള ആ ജ്ഞാനം ആണ് നമ്മളെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുന്നത്. ആത്മാവിനെ പറ്റിയുള്ള ഈ പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം എത്തിയ ഈ ഒരു വ്യക്തി എന്താണ് ഈ കർമ്മഫലങ്ങളിൽ നിന്നുണ്ടാകുന്നത്? നമ്മൾ ചെയ്തിരിക്കുന്ന ഒരുപാട് കർമ്മഫലങ്ങൾ ഉണ്ടല്ലേ? ഈ കർമ്മഫലങ്ങളുടെ ആ പ്രതിപ്രവർത്തനത്തിലാണ് നമ്മൾ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? നമുക്ക് മുന്നിൽ വരുന്ന അനുഭവങ്ങളും നമ്മൾ ചെയ്തതും ചെയ്യാത്തതും ആയത് പലതും നമ്മൾ മുമ്പേ നേരിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല, അല്ലെ? പലതും ഞാനിത് എന്തെങ്കിലും ചെയ്തിരുന്നു, എനിക്കിത് അനുഭവിക്കാനായിട്ട് ഇടയായല്ലോ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. എങ്കിലും ഇതൊക്കെ നമ്മൾക്ക് മനസ്സിലാകുന്നു എന്നൊരവസ്ഥ വരുന്നു. പൂർണ്ണമായിട്ടും ഞാൻ ഇതിന് ഉത്തരവാദി തന്നെയാണ്. എനിക്ക് ഈ കർമ്മഫലം അനുഭവിക്കാനായിട്ട് ഉള്ള ഇതിന്റെ കാരണം എന്താണ്? ഞാൻ തന്നെയാണ്. ഞാൻ ഏതോ ജന്മങ്ങളിൽ ചെയ്ത ഒരു പ്രവൃത്തിയുടെ ആയിട്ടാണ് എനിക്കിത് അനുഭവിക്കേണ്ടി വന്നതെന്ന് പൂർണ്ണമായിട്ട് ജ്ഞാനത്തിൽ എത്തുമ്പോൾ ഈ കർമ്മഫലങ്ങളുടെ പ്രതിപ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തെ ഒരിക്കലും ബാധിക്കുന്നില്ല. നമുക്കറിയാം, ഈ ഈ മൂന്ന് തരത്തിലുള്ള ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്ന സമസ്ത പ്രപഞ്ചങ്ങളിലെയും ജീവജാലങ്ങളും എല്ലാവരും ജീവിക്കുന്നത്, അല്ലെ? അത് ഏതൊക്കെ ഗുണങ്ങളാണ്? സത്വഗുണം, തമോഗുണം, രജോഗുണം. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ആ ഓർഡറിൽ തന്നെ പറയണം. അപ്പൊ ഈ മൂന്ന് ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ മൂന്ന് ഗുണങ്ങളും എന്താണ്? നമ്മൾ മനസ്സിലാക്കി ബന്ധനം തന്നെയാണ്. ഇതിലെ ഏറ്റവും നല്ലതെന്ന് പറയാം സത്വഗുണം. രജോ ഗുണം ഒന്നുകൂടെ കൂടി താഴത്, തമോ ഗുണം ഏറ്റവും താഴ്ന്നത്. അപ്പൊ സത്വഗുണം എന്താണ്? സത്വഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എന്താണ്? ശ്രദ്ധയുണ്ട്, കരുതലുണ്ട്, വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ തന്നെ നമ്മള് എന്താണ്? വളരെ സ്വാത്വികമായിട്ടുള്ള വളരെ നല്ല ഭക്ഷണ പദാർത്ഥങ്ങളാണ് കഴിക്കുന്നത്. എല്ലാം ഉണ്ട്. നമ്മൾ ഒരുപാട് സത്വഗുണത്തിലുള്ളവർ ഒരുപാട് ദാനം ചെയ്യും. ബ്രാഹ്മണരുടെ സ്വഭാവമാണ്, അല്ലെ? വിദ്യ പറഞ്ഞു കൊടുക്കും, അതുപോലെ തന്നെ വിദ്യ പഠിക്കും, പുതിയ വിദ്യകൾ പഠിക്കും. അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ, വെജിറ്റബിൾസ് ഒക്കെയാണ് കഴിക്കുന്നതൊക്കെ. അപ്പൊ ഈ സത്വഗുണം എന്താണ്? ഈ സത്വഗുണത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭഗവാൻ എന്ന് പറഞ്ഞ ഒരു സങ്കല്പം അവിടെ വരുന്നില്ല എങ്കിൽ ഈ ചെയ്ത പുണ്യകർമ്മങ്ങൾ, ദാനം ചെയ്തു, കുറച്ച് ഗോദാനം ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, ഇതിന്റെ എല്ലാം പുണ്യം അനുഭവിക്കാനായിട്ട് വീണ്ടും ഒരു ഉയർന്ന കുടുംബത്തിൽ ജനിക്കുമ്പോൾ വീണ്ടും അവിടെ നിന്ന് മോശം കർമ്മങ്ങൾ ചെയ്തിട്ട് താഴേക്കിടയിലേക്ക് ജനിക്കേണ്ട അവസ്ഥ വരും. അപ്പൊ അതാണ് ഈ സത്വഗുണവും പ്രശ്നം തന്നെയാണ്. പിന്നെ അടുത്തത് സത്വഗുണം എന്ന സ്വർണം കൊണ്ടുള്ള കയറ്. സ്വർണം കൊണ്ടുള്ള കയറാലുള്ള ബന്ധനമാണ് സത്വഗുണം. അടുത്ത രജോ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളി കൊണ്ടുള്ള കയറ്. രജോ ഗുണത്തിലുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്താണ്? ഇവർ കുറച്ച് വീരവാദം അടിക്കും, ഞാൻ ചെയ്ത കാര്യങ്ങളെ പുകഴ്ത്തി പറയും. അതുപോലെ തന്നെ എരിവും പുളിയുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് തോന്നും. അതുപോലെ ഈ ശരീരമാണെന്ന് കൂടുതലായിട്ട് അവർ ചിന്തിക്കും. ഈ ആത്മാവെന്ന് പറയുന്ന സങ്കല്പമൊന്നും അവർക്കില്ല. ഞാൻ ഈ ശരീരമാണ്. അപ്പൊ ശരീരത്തെ കുറച്ച് ജിമ്മിലൊക്കെ പോയി ബോഡിയൊക്കെ ശരിയാക്കി ഞാൻ എന്താണ് പറഞ്ഞ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ നല്ല മസിലൊക്കെ വെച്ചിട്ട് ഞാനൊരു പിക്ചറൊക്കെ ഇട്ട് പോസ്റ്റ് ചെയ്യുന്ന ഈ കുറെ പേരുടെ കൂടെ സെൽഫി ഒക്കെ എടുത്ത് നിൽക്കാം. ഇങ്ങനെയൊക്കെയുള്ള ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഒരിക്കലും അവർക്ക് ഈ ആത്മജ്ഞാനം എന്ന് പറയുന്ന ഒരു സംഭവം അവർക്ക് ഉണ്ടാകുന്നില്ല. അവർ ഈ പറയുന്ന ഭൗതികമായ തലത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അവർക്ക് ഒരിക്കലും ഈ പറയുന്ന ശരീരവും ആത്മാവും തമ്മിൽ രണ്ടാണ് എന്നുള്ളതൊന്നും മനസ്സിലാകുന്നില്ല. അടുത്തത് ഒരു കാറ്റഗറിയുള്ള ആൾക്കാരാണ് ഈ പറയുന്ന തമോ ഗുണത്തിലുള്ള ആൾക്കാർക്ക് മന്ദം, അലസത, അതുപോലെ തന്നെ പഴകിയ ആഹാരങ്ങള്, ഈ നോൺ വെജ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നു. ഒരുപാട് നാള് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ള സാധനങ്ങൾ, പിന്നെ ഒരുപാട് സേവകൾ ചെയ്യുന്നു, അതുപോലെ തന്നെ കള്ളം പറയുന്നു, മോശമായ പ്രവൃത്തികളെ മോഷണം ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ആ ഒരു പരിധിയിൽ വരുന്ന
അനവധി കാര്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരാണ് തമോ ഗുണത്തിലുള്ള ആൾക്കാര്. അവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ തീരെ അവർക്ക് ദഹിക്കില്ല. അപ്പൊ കലിയുഗത്തിൽ കൂടുതൽ ആൾക്കാരും തമോ ഗുണത്തിലുള്ള ആൾക്കാരാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മളെല്ലാവരും ദാസ്യവേല ചെയ്യുന്ന ആൾക്കാരാണല്ലോ അല്ലെ. അതുപോലെ തന്നെ മടി, അലസത, ഇതെല്ലാം ഈ തമോ ഗുണത്തിന്റെ പ്രത്യേകതകളാണ്. അപ്പൊ ഈ മൂന്ന് ഇതിലായിരുന്നു കഴിഞ്ഞാലും എന്താണ്, നമുക്ക് ഈ വീണ്ടും ജനനം എടുക്കേണ്ടി വരികയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഈ ബന്ധനത്തിൽ ഈ ജനിച്ചും മരിച്ചും ഉള്ള ചക്രത്തിൽ കൂടെ പോകേണ്ടി വരും. ജനനം മരണം ചക്രങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇത് മൂന്നും പൊട്ടിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ എന്താണ്, അതാണ് ശുദ്ധ സ്വാത്വിക് മൂഡിൽ. വൈഷ്ണവര് ശുദ്ധ സ്വാത്വിക് മൂഡിലാണെന്ന് പറഞ്ഞു. വൈഷ്ണവരെന്ന് പറഞ്ഞാൽ നമ്മൾ വൈഷ്ണവരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധകർ മാത്രമാണ്. വൈഷ്ണവർ എന്നുള്ള ലെവലിൽ എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതും ഞാൻ പലതവണ പറഞ്ഞു അല്ലെ. സാധകർ മാത്രമാണ്. പക്ഷെ വൈഷ്ണവര്, ശരിക്കുള്ള വൈഷ്ണവർ ശുദ്ധ സ്വാത്വിക് മൂഡിലാണ് പോകുന്നത്. അപ്പൊ ശുദ്ധ സ്വാത്വിക് മൂഡിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഉപരിയായിട്ട് ഈ പറയുന്ന ആത്മസാക്ഷാത്കാരം ശരിക്കും അവർക്കുണ്ട്. ആത്മസാക്ഷാത്കാരത്തിൽ നിന്ന് ഭഗവാൻ സാക്ഷാത്കാരം എന്ന ലെവല് വരെയുള്ള ജ്ഞാനം അവർക്കുണ്ട്. ഈ പൂർണ്ണമായ ജ്ഞാനത്തിൽ നിന്നും നമ്മൾ ഈ അനുഭവിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതെല്ലാം എന്റെ കർമ്മഫലങ്ങൾ കൊണ്ടാണ്. അതുപോലെ തന്നെ ഈ ശരീരം എന്താണ്, ഈ ജന്മത്തിൽ തന്നെ ഉപേക്ഷിച്ചു പോകും. അതുകൊണ്ട് ഈ ശരീര സംബന്ധിയുമായിട്ടുള്ള വിഷയങ്ങളെ പറ്റി ഞാൻ എന്തിനാണ് ബോധരാകുന്നത് എന്നൊക്കെയുള്ള പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം എത്തുന്ന ഒരു വ്യക്തി. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റും കാണുന്ന ജീവജാലങ്ങളെയൊക്കെ തന്നെ എന്താണ്, ഇതൊരു എലി പോകുന്നു, അല്ലെങ്കിൽ പൂച്ച പോകുന്നു, ഇത് ഉറുമ്പ്, ഇത് പാറ്റ, അയ്യേ, അങ്ങനത്തെ ഒരു ഇതൊന്നും അവർ ഏത് ജീവജാലങ്ങളോടും, അതായത് പ്രകൃതിയിൽ കാണുന്ന ഏത് ജീവജാലങ്ങളോടും അവരൊക്കെ എന്താണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പരമാത്മാവിന്റെ അംശങ്ങളാണ് അല്ലെ. ഈ അംശങ്ങള് പലതായിട്ട് ഓരോ ഉടുപ്പ് സ്വീകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഒരു പട്ടിയുടെ ഉടുപ്പ് സ്വീകരിച്ചപ്പോൾ അത് പട്ടിയായി മാറി, പാറ്റയുടെ ഉടുപ്പ് സ്വീകരിച്ചപ്പോൾ പാറ്റയായി, മനുഷ്യന്റെ ഉടുപ്പ് സ്വീകരിച്ചപ്പോൾ മനുഷ്യനായി മാറി. ഇതല്ലാതെ ആ ഉള്ളിലിരിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ പരമാത്മാവിന്റെ അംശങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മറ്റുള്ള എല്ലാ ജീവജാലങ്ങളെയും, പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആ ഒരു ലെവലിലേക്ക് എത്തി. ഒരു ജീവജാലങ്ങളെ കാണുമ്പോൾ ഇതെല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണെന്നുള്ള രീതിയിൽ സമൂഹം സർവഭൂതേഷു, ഭഗവാൻ അങ്ങനെ തന്നെയാണ്. ഭഗവാന്റെ മക്കളായ എല്ലാവരെയും ഭഗവാൻ ഒരുപോലെയാണ് കാണുന്നതെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകത്തിൽ, സമൂഹ സർവഭൂതേഷു എന്ന് പറഞ്ഞ ശ്ലോകത്തിൽ കൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്കും ഏതൊരു സ്ത്രീയിൽ പണ്ഡിത സമദർശന, എല്ലാവരെയും ഒരുപോലെ കാണാൻ സാധിക്കുന്ന ആ ഒരവസ്ഥ, അതായത് ഏത് ജീവജാലങ്ങളും ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഈ പറയുന്ന പുണ്യപാപ കർമ്മങ്ങളുടെ ആ പ്രതിപ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടേ പോകുന്നു. പുണ്യപാപ പ്രവർത്തനങ്ങൾ നമ്മളെ ബാധിക്കുന്നേ ഇല്ല. അപ്പൊ അങ്ങനെ എല്ലാ കർമ്മഫലങ്ങളും അതോടുകൂടി നശിച്ചുകൊള്ളും എന്നുള്ള ഒരു വളരെ വലിയ ജ്ഞാനമാണ് ഈ ശ്ലോകം നമുക്ക് തരുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി ബൃഹദാരണ്യോപനിഷത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഒരാൾ പുണ്യപാപങ്ങൾക്ക് അധീനനാകുന്നു, അതിനും മുകളിലെത്തുന്നു. പുണ്യത്തിന്റെ ഫലമോ പാപത്തിന്റെ ഫലമോ ഒന്നും തന്നെ അവരെ ബാധിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം 38. ന ഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തൽ സ്വയം യോഗസംസിദ്ധഃ കാലേനാത്മനി വിന്ദതി. ന ഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തൽ സ്വയം യോഗസംസിദ്ധഃ കാലേനാത്മനി വിന്ദതി. ന ഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തൽ സ്വയം യോഗസംസിദ്ധഃ കാലേനാത്മനി വിന്ദതി. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. പ്രഭു, എന്റെ പുസ്തകമില്ല പ്രഭു, ഞാൻ മോളുടെ അടുത്ത് വരെ വന്നിരിക്കുവാണ്. ഓക്കെ. ഹരേ കൃഷ്ണ. ഡോക്ടർ ശ്രീരഞ്ജിനി മാതാജി. മാതാജിയെ കാണുന്നില്ല. ശാന്തകുമാരി മാതാജി. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. ജ്ഞാം ഹീം ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ സംസിദ്ധ കാലേനാത്മനി വിന്ദതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീരഞ്ജിനി മാതാജി. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ
തത്സ്വയം യോഗ സംസിദ്ധ കാലേനാത്മനി വിന്ദതി. ദസ്സതി ഹരേ ഹരി കൃഷ്ണ. ഓം ദസ്സത് ഹരി. ഹരേ കൃഷ്ണ. ലൈല മാതാജി. ഞാൻ വീട്ടിലില്ല പ്രഭുജി. ഓക്കെ മാതാജി, കുഴപ്പമില്ല. എന്നാ ഗീതാ മാതാജി. ഹരേ കൃഷ്ണ. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തൽസ്വയം യോഗ സംസിദ്ധ കാലേനാത്മനി വിന്ദതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതിന്റെ ആം, അതിന്റെ പദാനുപദ തർജ്ജമ: ഇഹ, ഇവിടെ, ഈ ലോകത്തിൽ, ജ്ഞാനേന സദൃശം, ജ്ഞാനത്തിന് തുല്യമായിട്ട്, പവിത്രമായി, ന വിദ്യതേഹി, ഒന്നുമില്ല തന്നെ, തു, പക്ഷേ, തത്, അത്, യോഗസംസിദ്ധ, ഭക്തിയിൽ പക്വത നേടിയവൻ, കാലേന, കാലക്രമത്തിൽ, സ്വയം തന്നെ, ആത്മാവിൽ, വിന്ദതി, ലഭിക്കുന്നു അല്ലെങ്കിൽ നേടുന്നു. വിവർത്തന ഭാവാർത്ഥം: ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ജയ ശ്രീല പ്രഭുപാദ്. ഈ ലോകത്തിൽ അതീന്ദ്രിയ ജ്ഞാനം പോലെ പരിശുദ്ധവും ശ്രേഷ്ഠവുമായി മറ്റൊന്നുമില്ല. ആ ജ്ഞാനം ആധ്യാത്മിക ദർശനത്തിന്റെ പരിപക്വ ഫലമാണ്. ഭക്തിയോഗ പരിശീലനത്തിൽ പ്രാവീണ്യം നേടിയ ഒരാൾക്ക് കാലക്രമേണ ഈ ജ്ഞാനം സ്വയം ആസ്വദിക്കാൻ കഴിയും. കൃഷ്ണ. സവിതാ മാതാജി, അതിന്റെ ഭാവാർത്ഥം. പ്രഭു ഒന്നും ഞാൻ ബുക്ക് എടുത്തിട്ടില്ല. ഞാൻ ശ്ലോകം ഒന്ന് വായിച്ചോട്ടെ. വായിച്ചോ. ഹരേ കൃഷ്ണ. നാഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തൽസ്വയം യോഗ സംസിദ്ധ കാലേനാത്മനി വിന്ദതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്നാൽ ഗീതാ മാതാജി വായിച്ചതിന്റെ ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ജയ് ശ്രീല പ്രഭുപാദ്. അതീന്ദ്രിയ ജ്ഞാനമെന്ന് പറയുമ്പോൾ ആധ്യാത്മികമായ അറിവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ അറിവിനേക്കാൾ മഹത്തായോ വിശുദ്ധമായോ ഒന്നും തന്നെ ഇല്ല. മനുഷ്യന് ബന്ധകാരണം അജ്ഞാനമത്രേ, മുക്തിക്ക് ഹേതു ജ്ഞാനവും. ഭക്തിഭരിതമായ സേവനത്തിന്റെ പരിപക്വ ഫലമാണ് ഈ ജ്ഞാനം. അത് സിദ്ധിച്ചവന് സമാധാനം തേടി അലയേണ്ടി വരില്ല. ശാന്തി തന്നിൽ തന്നെ അനുഭവപ്പെടും. ഈ ശാന്തിയും ജ്ഞാനവും കൃഷ്ണാവബോധത്തിൽ എത്തിക്കുന്നു. ഇതാണ് ഭഗവത്ഗീതയുടെ പരമമായ സന്ദേശം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ ഭഗവത്ഗീതയുടെ പരമമായ സന്ദേശവും ഇവിടെ പറയുന്നുണ്ടല്ലേ. ഈ ജ്ഞാനം, അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മൾ ഈ പഠിക്കുന്ന ചാപ്റ്റർ അത് തന്നെയാണ്. അതായത് ഈ ശാരീരിക അവസ്ഥയിൽ നിന്നും ഉപരിയായിട്ടുള്ള നമ്മളുടെ ആ ഒരു തലത്തിലെ പറ്റിയുള്ള ജ്ഞാനം. സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മളുടെ ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്കൊക്കെ മറ്റു പല ജ്ഞാനങ്ങളും AI അതും ഇതെല്ലാം ഉണ്ടല്ലേ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കം മറ്റു പല ജ്ഞാനങ്ങളും ഉണ്ട്. അപ്പം ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ള വിവരങ്ങളും എല്ലാം തന്നെ അറിയാൻ വയ്യാത്ത ആൾക്കാർ നമ്മൾ AI അടിച്ചു നോക്കി കഴിഞ്ഞാൽ സാമാന്യപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ നമുക്ക് അറിയാൻ വയ്യാത്ത ഒരേ ഒരു കാര്യമാണ് അതിന്റെയൊക്കെ ലെവലിൽ നിന്ന് ഉപരിയായിട്ടുള്ള കാര്യമാണ് ഭഗവാനെ പറ്റിയുള്ള ജ്ഞാനം. അല്ലെങ്കിൽ ഈ ശരീരവും ആത്മാവും തമ്മിലുള്ള ബന്ധം എന്താണ്, വ്യത്യാസം എന്താണ്, അതുപോലെ തന്നെ ഈ നമ്മുടെ ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള ആ ആത്മസാക്ഷാത്കാരത്തെ പറ്റിയുള്ള ജ്ഞാനം എന്താണ് വളരെ പരിമിതമായിട്ടാണ് ഉള്ളത്. അങ്ങനെ എന്തെങ്കിലും നമ്മൾ അറിയുകയാണെങ്കിൽ തന്നെ നമ്മൾ വികലമായ ജ്ഞാനമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെ. വെറുതെ റേറ്റ് കൂട്ടാനും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടും ഓരോരുത്തരും എന്തെങ്കിലും പടച്ചു വിടുന്ന ജ്ഞാനമാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ അത് ആധികാരികമായിട്ടുള്ള സ്രോതസ്സിൽ നിന്ന്, അതുകൊണ്ടാണ് 4:34 നമ്മൾ കണ്ട തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ. ആധികാരികമായിട്ടുള്ള സ്രോതസ്സിൽ നിന്ന് ഈ ജ്ഞാനം കിട്ടിയാൽ മാത്രമേ അത് കലർപ്പില്ലാത്ത ജ്ഞാനം നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ ഫേസ്ബുക്കിൽ നിന്നും വാട്സപ്പിൽ നിന്നും കിട്ടുന്ന ജ്ഞാനമല്ല നമുക്ക് ശരിയായിട്ടുള്ള ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആധികാരികമായിട്ടുള്ള സ്രോതസ്സിൽ നിന്ന് പരമ്പര പ്രാപ്തമായിട്ടുള്ള നോളേജ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് മനുഷ്യന്റെ ബന്ധകാരണം എന്ന് പറയുന്നത് ഇവിടെ അജ്ഞാനമാണ്. അപ്പൊ നമ്മളെ ബന്ധനത്തിൽ ആക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാനമാണ് എന്ന് നമുക്ക് അറിയാം. അപ്പം അത് ഈ ലക്ഷ്മണോപദേശത്തിൽ തന്നെ ഈ ശ്രീരാമചന്ദ്ര ഭഗവാൻ പറയുന്നുണ്ടല്ലേ. എന്താണ് ജ്ഞാനസുരഭികൾ എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകം ഉണ്ട് അല്ലെ. സന്തതം ശാന്തിയെ കാമസുരഭികൾ എന്നൊക്കെ പറഞ്ഞിട്ട്
ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, മണ്ണിന് കീഴായി കൃമികളായി പോകിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം, ത്വങ്മാംസരക്താസ്തി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം, മായാമയമായി പരിണാമിയായുള്ളു കായം വികാരിയായുള്ള നിതധ്രുവം എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിനകത്ത് പറയുന്നുണ്ട് സംസാര കാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായതു വിദ്യയും. അപ്പൊ വിദ്യ എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ജ്ഞാനം, അറിവ്, അപ്പം ആ ഒരു വിധിയാണ്, ശരിയായിട്ടുള്ള വിധിയാണ് എന്താണ് നമ്മൾക്ക് ഇതെല്ലാം മനസ്സിലാക്കി തരുന്നത്. അല്ലെങ്കിൽ അതെന്താണ് സംസാരകാരിണിയായി മാറും. നമ്മളെ ഈ സംസാര ദുഃഖത്തിൽ അതിട്ട് വട്ടം കറക്കും. അജ്ഞാനം കൊണ്ടുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരും മീലിതമേന തസ്മൈ ശ്രീ ഗുരവേ നമ. ജ്ഞാനം കൊണ്ട് എന്താണ് തിമിരം ബാധിച്ചിരിക്കുന്ന നമ്മളെ ജ്ഞാനമാകുന്ന അഞ്ജനം കൊണ്ട് ഗുരു വന്ന് നമ്മളെ കണ്ണെഴുതി നമ്മളെ ആ ഇതിലേക്ക് നയിച്ചു കൊണ്ടുവരും. അതുകൊണ്ടാണ് തമസോമ ജ്യോതിർഗമയ എന്ന് പറയുന്നത്. തമസിൽ നിന്ന് നമ്മളെ എന്താണ് വെളിച്ചത്തിലേക്ക് നയിക്കൂ എന്ന് പറഞ്ഞ് നമ്മൾ അത് കണ്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ മുക്തിക്ക് ഹേതു ജ്ഞാനമാണ്. ഭക്തിഭരിതമായ സേവനത്തിന്റെ പരിപക്വ ഫലമാണ് ഈ ജ്ഞാനം. അതായത് ഭക്തിഭരിതമായ സേവനത്തിലൂടെയാണ് നമുക്ക് ഈ ജ്ഞാനം കിട്ടുന്നത്. അതെങ്ങനെയാണ്? ഭക്തിഭരിതമായ സേവനം തദ് വിധി പ്രണിപാതേന. നമ്മൾ ആ ഗുരുവിനെ മനസ്സിലാക്കി ആരാണെന്ന് കണ്ടുപിടിച്ച് അദ്ദേഹത്തെ സേവ ചെയ്ത് ആണ് ഈ ജ്ഞാനം കിട്ടുന്നത് അദ്ദേഹത്തിൽ നിന്നും. വെറുതെ കിട്ടത്തില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചിട്ട് അദ്ദേഹത്തിന് വേണ്ട സേവകളൊക്കെ കൊടുക്കുമ്പോൾ ഇതിനെപ്പറ്റി നേരത്തെ മനസ്സിലാക്കിയിരിക്കുന്ന ആ ഒരു വ്യക്തി നമുക്ക് എന്താണ് എളിമയോടുകൂടി നമ്മൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഇതിനെപ്പറ്റി മുന്നേ അറിഞ്ഞിരിക്കുന്ന ആ വ്യക്തി അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഗുരുപരമ്പരാ പ്രോക്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരും. അല്ലേ? ഇത് സിദ്ധിച്ചവന് സമാധാനം തേടി അലയേണ്ടി വരില്ല. അപ്പൊ ഈ പരമമായ ജ്ഞാനം കിട്ടിയ ആൾക്കാർക്ക് എന്താണ് ഈ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഒന്നും തന്നെ അവര് ആശങ്കാകുലരല്ല. കാര്യം എന്താണ്? കലിയുഗമാണ്. ഇന്ന് നമ്മളിപ്പോ കലിയുഗത്തിൽ എന്തുമാത്രം കാര്യങ്ങൾ കാണുന്നുണ്ടല്ലേ? നമ്മൾ എപ്പോഴും ആശങ്കാകുലരായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ പരമജ്ഞാനം കിട്ടിയ വ്യക്തികൾക്ക് ഇതിലൊന്നും ആശങ്കയില്ല. ഏത് സമയം എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, അതെല്ലാം പരമപുരുഷന്റെ ഇച്ഛയാണ്. നമ്മളുടെ ശരീരത്തിന് എന്ത് സംഭവിച്ചാലും എന്താണ് ആത്മാവിന്റെ കാര്യം അതാണ് ഭഗവാന്റെ അംശമാണ്. അത് ഭഗവാൻ നോക്കിക്കൊള്ളും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈ ശരീരത്തെ പറ്റി ആവലാതി കൊള്ളേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ശാന്തിയും ജ്ഞാനവും കൃഷ്ണാവബോധത്തിൽ എത്തിക്കുന്നു. ഇതേപോലെയുള്ള ആ ഒരു ശാന്തി അല്ലെങ്കിൽ സമാധാനം കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഇത് തന്നെയാണ് നമ്മളെ ഭഗവത്ഗീതയുടെ പരമമായിട്ടുള്ള സന്ദേശമായിട്ട് നമ്മൾ കണക്കാക്കാൻ പറ്റും. നമുക്ക് എങ്ങനെ പൂർണ്ണമായിട്ടൊരു ശാന്തി കിട്ടി സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ് ഭഗവാൻ നമുക്ക് ഈ ഇതിൽ കൂടെ, ഈ ഭഗവത്ഗീതയിൽ കൂടെ നമുക്ക് ഉപദേശിച്ചു തരുന്നത്. 39 ശ്രദ്ധാവാം ലഭതേ ജ്ഞാനം തത്പരഃ സംയതേന്ദ്രിയഃ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തി മജിരേണാദി ഗച്ഛതി. ശ്രദ്ധാവാം ലഭതേ ജ്ഞാനം തത്പരഃ സംയതേന്ദ്രിയഃ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തി മജിരേണാദി ഗച്ഛതി. ശ്രദ്ധാവാം ലഭതേ ജ്ഞാനം തത്പരഃ സംയതേന്ദ്രിയഃ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തി മജിരേണാദി ഗച്ഛതി. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പരാ സംയതേന്ദ്രിയഃ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തി അജിരേണാദി ഗച്ഛതി. ഹരേ കൃഷ്ണ. സബിത മാതാജി. ഹരേ കൃഷ്ണ. ശ്രദ്ധാവാ ലഭതേ ജ്ഞാനം തത്പരാ സംയതേന്ദ്രിയഃ ജ്ഞാനം ലബ്ധ്വാ പരം ശാന്തി മജിരേണാദി ഗച്ഛതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്തത് ശോഭന മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. അധ്യായം 4 അതീന്ദ്രിയജ്ഞാനം. ശ്ലോകം 39. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്രദ്ധാവണം വല്ലഭതേ ജ്ഞാനം തത്പരഃ
സംയേന്ദ്രിയഃ ജ്ഞാനം ലബ്ധോ പരാം ശാന്തിമജിരേണ അധിഗച്ഛതി. ഹരേകൃഷ്ണ മാതാജി ഒന്നുകൂടി ശ്രദ്ധിക്കണം വാക്യം. ശ്രദ്ധാവാം ലഭതേ. ലഭതേ വല്ലഭതേ ജ്ഞാനം. വല്ലഭതേ എന്നല്ല, ശ്രദ്ധാവാം ലഭതേ ജ്ഞാനം തത്പരഃ ജ്ഞാനം സംയതേന്ദ്രിയഃ ഇന്ദ്രിയഃ ജ്ഞാനം ഇന്ദ്രിയ ലബ്ധ്വാ ജ്ഞാനം ലബ്ധ്വാ എന്നാണ്. ലബ്ധോ പരാം ശാന്തി ലബ്ധ്വാ അചിരേണ ശാന്തിം അചിരേണ അധിഗച്ഛതി. അധിഗച്ഛതി. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് അതിന്റെ പദാനുപദ തർജ്ജമ. ജയ ശ്രീല പ്രഭുപാദ്. ശ്രദ്ധാവാൻ വിശ്വാസമുള്ളവനും, തത്പരഃ താത്പര്യമുള്ളവനും, സംയതേന്ദ്രിയ ഇന്ദ്രിയങ്ങളെ അടക്കിയവനും, ജ്ഞാനം ജ്ഞാനത്തെ ലഭത്തെ ലഭിക്കുന്നു, ജ്ഞാനം ലബ്ധ്വ ജ്ഞാനം ലഭിച്ചിട്ട്, അചിരേണ വേഗത്തിൽ, പരമമായ ശാന്തിയെ അധിഗച്ഛതി പ്രാപിക്കുന്നു. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ. ഇന്ദ്രിയ ജയശ്രീല പ്രഭാത് കെ ജയ്. ഇന്ദ്രിയ സംയമനം ചെയ്തവനും ദിവ്യജ്ഞാനത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ചവനും ശ്രദ്ധായുക്തനുമായ ഒരു വ്യക്തി ആ ജ്ഞാനത്തിന് അർഹൻ തന്നെ. അത് ലഭിച്ചാൽ അയാൾക്ക് വേഗത്തിൽ പരമമായ ആധ്യാത്മിക ശാന്തി കൈവരും. ഭാവാർത്ഥം ജയശ്രീല പ്രഭാത് കെ ജയ്. കൃഷ്ണനിൽ ദൃഢവിശ്വാസമുള്ള ഒരാൾക്ക് കൃഷ്ണാവബോധത്തിലുള്ള ആ ജ്ഞാനം നേടാവുന്നതാണ്. കൃഷ്ണാവബോധപൂർവം പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രം ആത്യന്തികമായ പൂർണ്ണതയിൽ എത്തുമെന്നുള്ള വ്യക്തിയെ ശ്രദ്ധാവാൻ എന്ന് പറയാം. ആ വിശ്വാസമാകട്ടെ ഭക്തിപൂർവം സേവനമനുഷ്ഠിക്കുന്നത് കൊണ്ടും ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന് ജപിക്കുന്നത് കൊണ്ടും കരഗതമാകുന്നതാണ്. ഹൃദയത്തിലെ മാലിന്യങ്ങളെല്ലാം നീക്കിക്കളയുന്നതാണ് ഈ മന്ത്രോച്ചാരണം. ഇതിനു പുറമെ ഇന്ദ്രിയ നിയന്ത്രണവും വേണം. കൃഷ്ണനിൽ വിശ്വാസവും ഇന്ദ്രിയ ദമനവുമുള്ള ഒരാൾക്ക് പരിപൂർണമായ കൃഷ്ണാവബോധജ്ഞാനം അനായാസേന താമസം വിന ലഭ്യമാകും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് കണ്ടു ഇവിടെ എന്താണ്. ഹരേ കൃഷ്ണ. അപർണ മാതാജി. അപ്പൊ നമ്മള് കണ്ടു. നമ്മൾക്ക് ഇന്നത്തെ മൂന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ കണ്ടത്. ഇന്ദ്രിയ സംയമനം ചെയ്തവനും ദിവ്യജ്ഞാനത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ചവനും ശ്രദ്ധായുക്തനുമായ ഒരു വ്യക്തി ആ ജ്ഞാനത്തിന് അർഹൻ തന്നെ. അത് ലഭിച്ചാൽ അയാൾക്ക് വേഗത്തിൽ പരമമായ ആധ്യാത്മിക ശാന്തി കൈവരും എന്നാണ് നമ്മൾ കണ്ടത്. അതായത് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, നമുക്ക് സമാധാനമായിട്ടിരിക്കുക. എല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനമായിട്ടിരിക്കുക എന്നുള്ള കാര്യമാണ് അല്ലെ. ശാന്തി കിട്ടുക എന്നുള്ളതാണ് അല്ലെ. നമ്മൾ കണ്ടിട്ടുണ്ട് ഓം ശാന്തി 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 മന്ത്രമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ശാന്തി നമുക്ക് എങ്ങനെയാ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പരമമായിട്ടുള്ള ആ ജ്ഞാനം കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനമായിട്ടിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇന്ദ്രിയ സംയമനം ചെയ്തവനും ദിവ്യജ്ഞാനത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ചവനും ശ്രദ്ധായുക്തനുമായ ഒരു വ്യക്തി ആ ജ്ഞാനത്തിന് അർഹൻ തന്നെ. അപ്പൊ ഈ ജ്ഞാനത്തിന് അർഹനായിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ്? ഇന്ദ്രിയ സംയമനം ചെയ്തവന്. എങ്ങനെ ഇന്ദ്രിയങ്ങളെ സമർപ്പിക്കാനായിട്ട് സാധിക്കും? കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണോ? നമുക്ക് വെറുതെ വാക്കാൽ പറയാം, പക്ഷെ പ്രവൃത്തിയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുകളാണ് അല്ലെ. നമ്മളുടെ കണ്ണിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ലെ. കണ്ണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം തന്നെ കാണും. അതുപോലെ തന്നെ ചെവി ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ കേൾക്കും. നാവ് ആവശ്യമില്ലാത്ത എല്ലാം രുചിക്കും. അതുപോലെ തന്നെ നാവും കൊണ്ട് ആവശ്യമില്ലാത്ത എല്ലാവരെയും കുറ്റം പറയാനും ചീത്ത പറയാനും, മനസ്സുകൊണ്ട് ഒരുപാട് ദുഷ്ടതകൾ ചിന്തിക്കുകയും വിചാരിക്കുകയും. അപ്പൊ നമ്മൾ 6 ഇന്ദ്രിയങ്ങളും നമുക്ക് എന്താണ്, പഞ്ചേന്ദ്രിയങ്ങളെ പ്ലസ് 6ാമത്തെ ഇന്ദ്രിയം മനസ്സടക്കം എന്താണ് നമ്മൾ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞ് വളരെയധികം ബുദ്ധിമുട്ടാണ്. മനസ്സിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ തന്നെ ബാക്കി 5 ഇന്ദ്രിയങ്ങളെ വഴുതി കൊണ്ടുവരും. ആ 5 ഇന്ദ്രിയങ്ങളാണ് ഈ മനസ്സിലേക്കുള്ള സിഗ്നൽസ് എല്ലാം പാസ് ചെയ്യുന്നത്. അതാണ് അതിന്റെ ഗേറ്റ് വേ എന്ന് പറയുന്നത്. ഈ 5 ഇന്ദ്രിയങ്ങൾക്കുള്ളിലാണ് മനസ്സിലേക്ക് ഈ സിഗ്നൽസ് എല്ലാം കൂടെ കിട്ടുന്നത്. മനസ്സിലേക്ക് അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സാണ് ഈ പറയുന്ന ഇന്ദ്രിയങ്ങളിലൂടെ അതിന് അനുയോജ്യമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഈ 6 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരധികം ബുദ്ധിമുട്ടാണ്. ഈ ഇന്ദ്രിയ സംയമനം ചെയ്യണമെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ നാഥനായിട്ടുള്ള ഭഗവാനെ സേവ ചെയ്യണം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഹൃഷികേശ സേവന ഭക്തി വിച്ചതേ. ഹൃഷികേശൻ ആരാണ്? ഇന്ദ്രിയങ്ങളുടെ നാഥൻ. ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇന്ദ്രിയങ്ങൾ
ആം, ഇന്ദ്രിയങ്ങളുടെ നാഥനെ സേവ ചെയ്യണം. അത് മാത്രമേ മാർഗമുള്ളൂ. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഉപാധികളുണ്ട് അല്ലെ? നമ്മൾ പഠിച്ച ABCDE ഇത് ഫോളോ ചെയ്താൽ മാത്രം മതി. ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇന്ദ്രിയങ്ങളുടെ നാഥനെ സേവ ചെയ്യാം. A എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് റീഡിങ്, C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാൻഡിങ്, D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണപ്രസാദം ഭക്ഷിക്കുക ഡയറ്റ്, അതുപോലെ E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഷ്ണവ ആചരണം, E എന്ന് പറഞ്ഞാൽ വൈഷ്ണവ എത്തിക്കേറ്റ്സ് ഇ. അപ്പൊ അങ്ങനെ ABCDE ഫോളോ ചെയ്യുക. അപ്പൊ ഈ പറയുന്ന ഏതെങ്കിലും മാർഗത്തിൽ കൂടെ ഇന്ദ്രിയങ്ങളുടെ നാഥന് സേവ ചെയ്തെങ്കിൽ മാത്രമേ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയുന്ന കാര്യം നടക്കുള്ളൂ. മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റിനെ പിടിച്ചു നിർത്താം, പക്ഷെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് അർജുനൻ പോലും പറയുന്നു. അപ്പോൾ ഭഗവാൻ അത് സമ്മതിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ആ എനിക്കായിട്ട് സ്വയം സമർപ്പിച്ച ആൾക്കാർക്ക് എന്താണ് ഈ പറയുന്ന ഈ മായ അവരെ പിടിക്കുന്നില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അല്ലെ? ആരെ എന്നിൽ സ്വയം സമർപ്പിച്ചുവോ അവരെ ഒരിക്കലും എന്റെ മായ അവരെ ആക്രമിക്കുന്നില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ ആ ഒരു സ്വയം സമർപ്പിച്ചോ, നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് സേവ ചെയ്യുന്നുണ്ടോ, ആചാര്യന്മാര് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ മായ നമ്മളെ വന്ന് എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഓൾറെഡി മായയിൽ ജീവിക്കുന്ന ആളാണ്. അപ്പൊ അതിനു പുറമെ മായ നമ്മളെ പിടിച്ച് മായയുടെ വായ്ക്കുള്ളിലാക്കും. അതാണ് സംഭവിക്കുന്നത്. അപ്പൊ ദിവ്യജ്ഞാനത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ചവൻ എന്താണ്? ഒരു ഗുരുവിനെ സ്വീകരിച്ച, ഒരു ഗുരുവിൽ സറണ്ടർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ദിവ്യജ്ഞാനം എന്ന് പറഞ്ഞ എന്താണ്? ഭഗവത്ഗീതയിൽ നിന്ന് കിട്ടിയ ജ്ഞാനത്തെ ദിവ്യജ്ഞാനം എന്ന് പറയുന്നു. അപ്പൊ ദിവ്യജ്ഞാനത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ എന്താണ് ഈ ശരീരവും ആത്മാവും തമ്മിലുള്ള ബന്ധം, വ്യത്യാസം, നമ്മൾ ആരാണ്, എവിടെ നിന്ന് വന്നു, നമ്മുടെ ലക്ഷ്യം എന്താണ്, നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ജീവിക്കുന്നു, നമ്മൾക്ക് ഇനി എവിടെയാ ചെന്നെത്തേണ്ടത്, എപ്പോഴാണ് നമുക്ക് പോകേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ആ ദിവ്യജ്ഞാനത്തിലൂടെയാണ്. അപ്പൊ ദിവ്യജ്ഞാനത്തിന് വേണ്ടി നമ്മൾ എന്താണ്, ദിവ്യജ്ഞാനം കിട്ടിയ ഒരു വ്യക്തിയെ സറണ്ടർ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ദിവ്യജ്ഞാനം കിട്ടുകയുള്ളൂ. പിന്നെ ശ്രദ്ധായുക്തനായ ഒരു വ്യക്തി, ശ്രദ്ധായുക്ത എന്ന് പറഞ്ഞ എന്താണ്, നമ്മള് എന്താണ് ഏത് കാര്യമായാലും നമുക്ക് ശ്രദ്ധയും വിശ്വാസം, നമ്മൾ ഇനി ഒരു ശ്രദ്ധാ വിഭാഗങ്ങൾ എന്ന് പറയുന്ന ഒരു ഒരു അധ്യായം പഠിക്കുന്നുണ്ട്, 17ാമത്തെ അധ്യായം. ആ അധ്യായത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമുക്ക് പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ വിശ്വാസം ഭഗവാനിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭഗവാന്റെ പരമഭക്തര് നമുക്ക് ഇത് പറഞ്ഞു തരുന്ന ആളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ഇതൊക്കെ മനസ്സിലാകുകയുള്ളൂ. അപ്പൊ നമുക്ക് പറഞ്ഞു തരുന്ന ആചാര്യനിലും അതുപോലെ തന്നെ നമ്മൾ ഇത് കേൾക്കുന്ന, നമ്മൾ ആരെ പറ്റിയാണോ കേൾക്കുന്ന ഈ പറയുന്ന കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഇത് വെറും കെട്ടുകഥയാണ്, അല്ലെങ്കിൽ ഇത് എന്തൊക്കെയോ ഇത് ഇവിടെ പറഞ്ഞ് ഫലിപ്പിക്കുന്നു എന്നുള്ള ആ ഒരു രീതിയിലാണ് നമ്മളുടെ ആറ്റിറ്റ്യൂഡെങ്കിൽ, മനോഭാവമെങ്കിൽ ഒരിക്കലും നമുക്ക് ഭഗവാന്റെ ഈ ദിവ്യജ്ഞാനം മനസ്സിലാക്കുക അസാധ്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള 3 തരത്തിലുള്ള ആൾക്കാർക്കാണ് ഈ പറയുന്ന ജ്ഞാനത്തിന് അർഹതയുള്ളവര്. അത് ലഭിച്ചാൽ അയാൾക്ക് വേഗത്തിൽ പരമമായ ആധ്യാത്മിക ശാന്തി കൈവരും. ഇത് 3 ലഭിച്ചു കഴിഞ്ഞാൽ, മുമ്പേ പറഞ്ഞു ശാന്തി അല്ലെങ്കിൽ സമാധാനമാണ് എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പൊ അത് കൃഷ്ണാവബോധത്തിന്റെ ആ ഒരു പരമമായ സന്ദേശവും ലക്ഷ്യവും എല്ലാം തന്നെ ആ ശാന്തി ഉണ്ടാകുക, സമാധാനമായിട്ട് ഇരിക്കുക എല്ലാവർക്കും. ഇതിനുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിപ്പിച്ചു. ആരെങ്കിലും ഈ ഭഗവത്ഗീത നമ്മൾ കൃഷ്ണാവബോധത്തിന്റെ രീതിയിൽ പഠിച്ച വ്യക്തികള് പരസ്പരം യുദ്ധം ചെയ്യാണ്ട് ഒരുങ്ങുമോ? ഭഗവാൻ അർജുനോട് യുദ്ധം ചെയ്യാനായിട്ടാണ് പറഞ്ഞത്, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ആരെങ്കിലും പോകുമോ? ഒരിക്കലുമില്ല. പരമമായ ജ്ഞാനം കിട്ടിയ ഒരു വ്യക്തി വളരെ സമാധാനമായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കും. കാര്യം നമ്മളുടെ ആ സംഘർഷാവസ്ഥയിൽ നമ്മളുടെ എല്ലാം മനസ്സിൽ എന്തുമാത്രം സംഘർഷങ്ങളാണ് അല്ലെ നിത്യജീവിതത്തിൽ വന്നിട്ടുണ്ട്. മക്കളെ പറ്റിയും അച്ഛനമ്മമാരെ പറ്റിയും അതുപോലെ തന്നെ നമ്മളുടെ ജോലി സ്ഥലത്ത് എല്ലായിടത്തും സംഘർഷങ്ങൾ തന്നെയാണ് അല്ലെ മനസ്സിൽ. ഈ സംഘർഷാവസ്ഥയിൽ നമുക്ക് സമാധാനമായിട്ട് എങ്ങനെ ഇരിക്കാൻ പറ്റും എന്നുള്ള കാര്യം ഭഗവത്ഗീത നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പൊ അത് ജ്ഞാനവാനായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് അത് ഗ്രഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മള് അതേപടി അത് ഫോളോ ചെയ്യുക, അദ്ദേഹത്തെ അനുസരിക്കുക, പൂർണ്ണമായിട്ടുള്ള വിശ്വാസം, അതാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ആ ശ്രദ്ധയുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ് പരമമായ ശാന്തി, സുപ്രീം ആയിട്ടുള്ള ശാന്തി കിട്ടും എന്ന് പറയുന്നു. കൃഷ്ണനിൽ ദൃഢവിശ്വാസമുള്ള ഒരാൾക്ക് കൃഷ്ണാവബോധത്തിലുള്ള ഈ ജ്ഞാനം നേടാവുന്നതാണ്. കൃഷ്ണാവബോധപൂർവ്വം പ്രവർത്തിക്കുന്നതുകൊണ്ട് മാത്രം ആത്യന്തികമായ പൂർണ്ണതയിൽ എത്താമെന്ന് ഉറപ്പുള്ള വ്യക്തിയെ ശ്രദ്ധാവാൻ എന്ന് പറയുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ?
കൃഷ്ണാവബോധ പൂർവം പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രം ആത്യന്തികമായ പൂർണ്ണതയിൽ എത്താമെന്നുറപ്പുള്ള വ്യക്തിയെ ശ്രദ്ധാവാൻ എന്ന് പറയുന്നു. നമുക്കറിയാം, കൃഷ്ണാവബോധത്തിൽ പോകുമ്പം നമ്മൾ ഓരോ സ്റ്റേജിൽ പോകുമ്പോൾ നമുക്ക് ഓരോ സർട്ടിഫിക്കറ്റ് കിട്ടും അല്ലെ? സാധകർ സ്റ്റേജിലുള്ള സർട്ടിഫിക്കറ്റ്. അതുപോലെ ശ്രദ്ധാവാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇസ്കോണിൽ നിന്ന് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ശ്രദ്ധാവാൻ. ഞാൻ അമ്മി മാതാജിക്ക് കിട്ടിയായിരുന്നോ? എനിക്കും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പൊ ആ ശ്രദ്ധാവാൻ കിട്ടിയില്ല. കിട്ടിയില്ല അല്ലെ? ഈ ഇതിനൊക്കെ മുൻപേ ഷെൽട്ടർ എടുക്കുന്നതിന് മുൻപെയാണ് ശ്രദ്ധാവാന്റെ ഒക്കെ. അപ്പൊ അതുകൊണ്ട് അപ്പൊ അങ്ങനെയുള്ള വ്യക്തിയെ ശ്രദ്ധാവാൻ എന്ന് പറയാം. അപ്പൊ ആ വിശ്വാസമാകട്ടെ ഭക്തിപൂർവ്വ സേവനം അനുഷ്ഠിക്കുന്നത് കൊണ്ടും, പിന്നെ അടുത്ത് എന്താണ്, ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ, ഈ മന്ത്രത്തിൽ പൂർണ്ണമായിട്ട് വിശ്വാസം ഉണ്ടാകുമ്പോഴുമാണ് അല്ലെ? ഈ മന്ത്രം ജപിക്കുമ്പോൾ എന്താണ്, നമ്മൾ ഹൃദയ മാലിന്യങ്ങളെല്ലാം മാറി എന്താണ് അവിടെ ഭഗവാൻ അവിടെ വന്നിരിക്കുന്നു. ഹൃദയ മാലിന്യങ്ങളൊക്കെ മാറി നമുക്ക് ഉള്ളിൽ ഭഗവാനെ കാണാനായിട്ട് കഴിയും ഈ മന്ത്രം നിരന്തരം ജപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇന്ദ്രിയ നിയന്ത്രണവും ഇതിനു പുറമെ ഇന്ദ്രിയ നിയന്ത്രണവും വേണം. കൃഷ്ണനിൽ വിശ്വാസവും ഇന്ദ്രിയ ദമനവുമുള്ള ഒരാൾക്ക് പൂർണ്ണമായ കൃഷ്ണാവബോധ ജ്ഞാനം അനായാസനം താമസം വിന ലഭ്യമാക്കും. അപ്പം ഇന്ദ്രിയ നിയന്ത്രണം എന്ന് പറയുന്നത് നമുക്ക് യോഗ കൊണ്ടൊക്കെ ഇന്ദ്രിയ നിയന്ത്രണം കുറച്ചൊക്കെ ഒരു പരിധി വരെ സാധ്യമാക്കാനായിട്ട് പറ്റുന്നുണ്ട് ചില അഭ്യാസങ്ങളിൽ കൂടെയൊക്കെ അല്ലെ? പക്ഷെ നമുക്ക് കൃഷ്ണാവബോധത്തിലുള്ള ആൾക്കാർക്ക് ആ യോഗ ചെയ്യാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഭക്തി യോഗ പ്രാക്ടീസ് ചെയ്യാണ്. ഭക്തി യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഭഗവാനെ പറ്റി വിശ്വാസവും ഭഗവാനോട് സ്നേഹവും അതുപോലെ തന്നെ ഭക്തിയും പ്രേമവും ഭാവവും ഒക്കെ എത്തിച്ചേരാൻ ഭഗവാനെ പറ്റിയുള്ള കഥകൾ കേൾക്കുക. ഭഗവാന്റെ ലീലാസ്മരണമാണ് ഇതിനെല്ലാം നല്ല ഒരു ഔഷധം. ലീലാസ്മരണം കൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന സ്റ്റേജിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പൊ ഇന്ദ്രിയ നിയന്ത്രണം, കൃഷ്ണനിൽ വിശ്വാസവും ഇന്ദ്രിയ ദമനമുള്ള ഒരാൾക്ക് പരിപൂർണമായ കൃഷ്ണാവബോധ ജ്ഞാനം അനായാസേന താമസമിനാൽ ലഭ്യമാകും. ഇത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾക്ക് എല്ലാവർക്കും ഈ ഒരു സ്റ്റേജിലേക്ക് അനായാസേന എത്തിച്ചേരാനായിട്ട് സാധ്യമാകും എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ നമുക്ക് അത് വെറുതെ കിട്ടത്തില്ല. നമ്മൾ നിത്യേനയുള്ള നമ്മളുടെ പ്രാക്ടീസ് കൊണ്ട് മാത്രമേ നമുക്ക് ഇത് ലഭ്യമാകുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്തത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഓരോ പോയിന്റ് പറയാം. ഞാൻ അവസാന സമയമുണ്ട് ഒരു കഥ പറയാം. പിന്നെ നമുക്ക് ഹരിനാമകീർത്തനം ഉണ്ട്. നമുക്ക് ജ്ഞാനാമയ മാതാജിയാണ് എടുക്കുന്നത്. ജ്ഞാനാമയ മാതാജി എല്ലാം നോക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പക്ഷെ അതിന് മുൻപേ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും മനസ്സിലായോ, സംശയം ഉണ്ടോ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു പോയിന്റ് ഹരികൃഷ്ണ പ്രഭു, പറയാം. നമ്മള് വൈഷ്ണവരല്ല, സാധകർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ വൈഷ്ണവിസം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ് സാധകരെന്ന് പറയുന്നത്. നമുക്ക് ഒരിക്കലും നമ്മൾ വൈഷ്ണവരെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനെ ഒരു അഹങ്കാരം എന്ന് പറയും അല്ലെ? നമ്മൾ ഇവൻ ആണെങ്കിൽ പോലും നമ്മൾ വൈഷ്ണവരാണെന്ന്, ഞങ്ങളൊക്കെ വൈഷ്ണവരാണ് കേട്ടോ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. ഇത് തീരുമാനിക്കുന്ന ആരാണ്? ഭഗവാനാണല്ലോ തീരുമാനിക്കുന്നത് അല്ലെ? നമ്മളുടെ പ്രവൃത്തിയും നമ്മളുടെ ആ ഒരു സേവയും ഇതെല്ലാം കണ്ടിട്ട് ഭഗവാനാണ് വൈഷ്ണവരാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. നമുക്ക് ഒരിക്കലും നമ്മൾ വൈഷ്ണവരാണെന്ന് പറയാനായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഗുരു നമ്മളെ വൈഷ്ണവനാണെന്ന് വിളിക്കണം, അല്ലെങ്കിൽ നമുക്കൊരിക്കലും നമ്മൾ വൈഷ്ണവരാണെന്ന് പറയാനായിട്ട് പറ്റില്ല മാതാജി. അതേ ചോദിച്ച ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മളിപ്പോ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് വേണം നമ്മൾ എല്ലാവരോടും പറയാൻ. ഒരിക്കലും നമ്മളൊരു വൈഷ്ണവരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. നമ്മള് തദ്വിധി പ്രണിപാതൻ എന്ന് പറഞ്ഞ ആ ശ്ലോകത്തിൽ നമ്മൾ നമ്മള് വളരെ വിനയത്തോടും എളിമയോടും കൂടി വേണം നമ്മൾ കാര്യങ്ങൾ ചോദിച്ചറിയാനും പെരുമാറാനും. അപ്പൊ അതുകൊണ്ടാണ് സാധകർ എന്ന് പറയുന്നത്. വൈഷ്ണവിസം പ്രാക്ടീസ് ചെയ്യുന്ന സാധകരാണ് നമ്മൾ. മാതാജിക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അല്ലെ? ഒരു നമ്മൾ ഭക്തരാണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് പറയുന്നത്. ഭക്തൻ ആരാണെന്ന് തീരുമാനിക്കുന്ന ഭഗവാനാണ് തീരുമാനിക്കുന്നത് അല്ലെ? നമ്മള് ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനെ കാണും എന്നുള്ളത് നമുക്ക് അറിയാം അല്ലെ? നമ്മൾ ഭഗവാന്റെ വിഗ്രഹം, ഭഗവാൻ നമ്മളെ കണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെയാ തീരുമാനിക്കുന്നത്? നമ്മളുടെ പ്രവൃത്തി, നമ്മളുടെ ആ ഹൃദയത്തിൽ എത്രമാത്രം ഭഗവാനോട് വിശ്വാസമുണ്ട്, ആ ഒരു പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ട് ഭഗവാൻ നമ്മളെ കാണുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. നമ്മൾ ഭഗവാനെ കാണുക എന്നുള്ളതിനേക്കാൾ ഉപരി ഭഗവാൻ നമ്മളെ കണ്ടോ,
ഇല്ലയോ? ഇതാണ് പ്രധാനം. നമ്മൾ ഗുരുവായൂർ പോയിട്ട് തിക്കും തിരക്കും ഒക്കെ നിർത്തി ഒരു നേരം ഭഗവാനെ കാണാനായിട്ട് നമ്മൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാലും ആ ഭഗവാൻ നമ്മളെ കോടാനുകോടി ജനങ്ങളുടെ ഇടയിൽ നമ്മളെ കാണാനായിട്ട് എന്ത് വേണം? നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. എങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളെ കാണും എന്നുള്ള ഉറപ്പാണ്. അപ്പം ഇത് ഭഗവാനാണ് തീരുമാനിക്കുന്നത്, നമ്മളല്ല. ഭക്തരാണെന്ന് തീരുമാനിക്കുന്നതും അതുപോലെ വൈഷ്ണവരാണെന്ന് തീരുമാനിക്കുന്നതും നമ്മളല്ല. ഓക്കെ, നമ്മളുടെ ഗുരുവിന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് തരാം. പക്ഷെ നമുക്ക് ഒരിക്കലും ഭക്തരാന്ന് പറയാനായിട്ട് യാതൊരു അധികാരവും ഇല്ല. കാര്യം അത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് നമ്മുടെ അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. ഹരേ കൃഷ്ണ. ഇനി പ്രഭു എന്തെങ്കിലും സംശയം? പിന്നെ വിറക് കത്തുന്ന വിറകില് തീ വിറകിനെ നശിപ്പിക്കുന്ന പോലെ ജ്ഞാനം ഉണ്ടാകുമ്പോൾ നമ്മുടെ കർമ്മഫലങ്ങളെ ചുട്ടുകരിച്ച് കളയുന്നു. നമുക്ക് ജ്ഞാനം ഉണ്ടാകുന്ന പറഞ്ഞാൽ നമ്മൾ ആരാണ്? നമ്മൾ ഭഗവാന്റെ അംശമാണ്, നമ്മൾ ആത്മാവാണ്. പരമാത്മാവും ആത്മാവും തമ്മിലുള്ള ബന്ധം അറിയുമ്പോൾ അത് ജ്ഞാനമായി. അപ്പോൾ നമ്മളെ പിന്നെ എല്ലാ കർമ്മഫലങ്ങളും ചുട്ടുകരിച്ച് കളയുന്നു. ഹരേ കൃഷ്ണ. ഇനി ആർക്കെങ്കിലും? ഗീതാ മാതാജി, സബിതാ മാതാജി റെഡി ആയിക്കോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി പറഞ്ഞു. പരമമായ ശാന്തി ലഭിക്കുന്നതിനും പരിപൂർണമായ കൃഷ്ണാവബോധ ജ്ഞാനം ലഭിക്കുന്നതിനും ഭഗവാനിൽ ഉറച്ച വിശ്വാസവും ഇന്ദ്രിയ നിയന്ത്രണവും മനോനിയന്ത്രണവും അതീന്ദ്രിയ ജ്ഞാനവും ആവശ്യമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്പൊ നമ്മൾ ഈ ജ്ഞാനം നമ്മളെപ്പോഴും ആധികാരികമായ സ്രോതസ്സിൽ നിന്നും അറിയേണ്ടതാണ്. അതേപോലെ മുക്തിക്ക് ഹേതു ജ്ഞാനമാണ്. പരമമായ ജ്ഞാനം കിട്ടിയാൽ മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും ശാന്തി ലഭിക്കത്തുള്ളൂ. നമുക്ക് ഇന്ദ്രിയ സംയമനം സാധിച്ചവനും ദിവ്യജ്ഞാനത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ചവനും ശ്രദ്ധായുക്തനുമായ വ്യക്തിക്കും മാത്രമേ പരമമായ ശാന്തി എന്നും കൈവരും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശോഭന മാതാജി. മാതാജി ഓർക്കുന്നില്ല, ഒന്നും എഴുതി വെച്ചില്ല? എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ പറയാം. ഹരേ കൃഷ്ണ പ്രഭു. ഇനി അടുത്ത പ്രാവശ്യം പറയാൻ പോകുന്നു. അടുത്ത പ്രാവശ്യത്തിൽ പറയാം. ഓക്കെ, ഹരേ കൃഷ്ണ. ശ്രീരഞ്ജിനി മാതാജി എന്തെങ്കിലും പോയിട്ടുണ്ടോ? എല്ലാരും പറഞ്ഞല്ലോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതൊക്കെയുള്ളൂ മാതാജിക്കും പറയാനായിട്ടുള്ളൂ അല്ലേ? ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. ഇനി നമ്മള് ഹരിനാമ കീർത്തനത്തിലേക്ക് പോവാണ്. ഞാൻ അംബിയ മാതാജി വീഡിയോ ഒക്കെ ഓണാക്ക്. ഹരിനാമ കീർത്തനം മറ്റു പുസ്തകം ഉണ്ടല്ലേ പ്രഭു? ഉണ്ട്. ഹരേ കൃഷ്ണ. ഇനി എത്രാമത്തെയാണ്? ഹരിനാമ കീർത്തനത്തിന്റെ 13ഉം 14 ശ്ലോകങ്ങളാണ് പ്രഭു പറയാൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ 13ാമത്തെ ശ്ലോകം പറയുന്നു. ഒരു കാര്യം ചെയ്യാം മാതാജി. ഹരേ കൃഷ്ണ. ഒരു കാര്യം ചെയ്യാം, നമുക്കെന്നാ ആദ്യം മുതലുള്ള ആ ശ്ലോകങ്ങളൊന്ന് വായിച്ചിട്ട്, കാര്യം ഇതിനകത്ത് പുതിയതായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഞാനപ്പം തുടങ്ങാം. മാതാജി രണ്ടാമത്തെ മൂന്നാമത്തെ ഇങ്ങനെ ഓരോരുത്തരുള്ളവര് വായിച്ചു വിടുക, ഓരോന്നോരോന്നായിട്ട്. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ അങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപ ഹരിനാരായണായ നമഃ. മാതാജി. ഒന്നായ നിന്നെ ഇക രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽബത മിണ്ടാവതാവലികൾ ഉണ്ടാകയങ്കലിക നാരായണായ നമഃ. ചെറുതായിട്ടൊന്ന് മാതാജി വ്യത്യാസം വന്നു, ഒന്നുകൂടെ നോക്കി. ഒന്നായ നിന്നെ ഇക രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽബത മിണ്ടാവതല്ല മമ പണ്ടേ കണക്കേ വരുവാൻ നിൻ കൃപാബലികൾ ഉണ്ടാകയങ്കലിക നാരായണായ നമഃ. പണ്ടേ കണക്ക് മാതാജി വിട്ടുപോയി, അതാണ്. ഓക്കെ, ഇപ്പൊ ശരിയായി. സബിതാ മാതാജി. പണ്ടേ കണക്ക് ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ തോന്നുന്നതാകിലകിലം ഞാനിതെന്ന വഴി
തോന്നേണമേ വരദ നാരായണായ നമഃ. ഗീതാ മാതാജി. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദമെന്തു ഹരിനാരായണായ നമഃ. കൃഷ്ണ ശാന്തകുമാരി മാതാജി. പ്രഭു പുസ്തകം കയ്യിലില്ല, കാരണം തെറ്റ് വന്നെങ്കിൽ. ഓക്കെ, കുഴപ്പമില്ല. ഹരിനാമ കീർത്തനമതി ഉര ചെയ്വതിന്നു ഗുരുവരുളാല ദേവകളും അരുൾ ചെയ്ത ഭൂസുരരും നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവും ഉര ചെയ്വതിന്നരുൾക നാരായണായ നമ. ഞാൻ അംബിക മാതാജി. ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി ജനനാന്ത്യത്തോളവും പരമഹാമായ തന്റെ ഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവതി കർമ്മത്തിനും പരമനാരായണായ നമാം. സബിത മാതാജി. ഗർഭസ്ഥനായി ഭുവി ജനിച്ചും സബിത മരിച്ചും മാതാജി. ഉദകപ്പോള പോലെ ജനനാന്ത്യേന നിത്യഗതി തൊൽഭക്തി വർധനമുദിക്കേണമെൻ മനസ്സി നിത്യം തൊഴായി വരിക നാരായണായ നമഃ. ഹരേ കൃഷ്ണ. ചൊല്ലിക്കോട്ടെ പ്രഭു. ആ നത്താരിൽ മാനിനി മണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലനന്ദാദിനീഹീനനിധി ചിത്തത്തിലച്യുതാ കളിപ്പന്തലിട്ടു വിളയാടിയിടുകൻ മനസ്സി നാരായണായ നമഃ. ശ്രീരഞ്ജിനി മാതാജി. ഗീതാ മാതാജി. പച്ചക്കിളിപ്പവിഴപാൽ വർണ്ണമൊത്ത നിറമിച്ചിപ്പവർക്കുഷടാധാരം കടന്നുപരി വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്ക് സത്വരജസ്തമോഭേദരൂപഹരി നാരായണായ നമഃ. തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിരുന്ന പൊരുളെത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പവനു മുത്തിക്കുതക്കൊരുപദേശം തരും ജനമറ്റിയിടുമന്നവനു നാരായണായ നമാം. എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖിതഗിരം കേട്ടു ധർമ്മപതി എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണുമളവ് അമ്പോരു കാക്ഷ നാരായണായ നമാം. നക്ഷത്ര പങ്ക്തികളുമിന്ദു പ്രകാശവുമൊളിക്കും ദിവാകരനുദിച്ചങ്ങുയർന്നളവ് പക്ഷീഗണം ഗരുഡനെ കണ്ടു കൈതൊഴുതു രക്ഷിക്കയെന്നടിമ നാരായണായ നമഃ. കൃഷ്ണ. ഞാൻ അംബിക മാതാജി. ഇനി പുതിയ ശ്ലോകം എടുത്തോളൂ. മത്പ്രാണനും പരനും ഒന്നെന്നുറപ്പവന് തത്പ്രാണദേഹവും അനിത്യം കളത്രതനം സ്വപ്നാദിയിൽ പലവു കണ്ടിട്ടുണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരി നാരായണായ നമാം. ഹരേ കൃഷ്ണ. ഇതിനകത്തും പറയുന്നത് നമ്മുടെ പ്രാണൻ എന്റെ ജീവാത്മാവും ഈശ്വരനും ഒന്ന് തന്നെയാണെന്ന് അറിവ് ഉറച്ചവന് പ്രാണനും ദേഹവും ഭാര്യയും ധനവും സകലതും അനിത്യമാണെന്ന് ഉള്ള സത്യം മനസ്സിലാക്കുന്നു. അതെല്ലാം അനിത്യമാണ്. നമ്മൾ പ്രാണനാണ്. പ്രാണൻ ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. നമ്മൾ ഭഗവാന്റെ ഒരു അംശമാണ്. അളവിൽ കുറവാണെങ്കിലും നമ്മൾ രണ്ടും ഒന്ന് തന്നെയാണ്. അളവിൽ കുറവാ, നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല പരമാത്മാവ് ചെയ്യുന്ന പോലെ. പക്ഷെ ഇതിന് ഭാര്യ ധനം സകലതും ഭൗതികത്തിലുള്ളതെല്ലാം നമ്മളാണെന്ന് ഉറയ്ക്കാൻ പാടില്ല. സത്യം മനസ്സിലാക്കണം നമ്മൾ. അത്രയേ ഉള്ളൂ. അസ്ഥിരമായ ദേഹത്തിന്റെ ആനന്ദത്തിനായുള്ള ഭൗതിക സുഖങ്ങളെല്ലാം സ്വപ്നത്തിൽ ചിലത് കണ്ടിട്ടുണർന്നവനോ പോലെ നമുക്ക് തോന്നുന്നത്. ഇതെല്ലാം ഒരു സ്വപ്നം. കണ്ണടച്ച് തുറക്കുമ്പോൾ സ്വപ്നം പോകുന്നത് പോലെ ഇത് എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുന്നു. അപ്പൊ സ്വപ്നം തന്നെയാണ് ഇതും ഈ ജീവിതവും അതുപോലെയുള്ള. പിന്നെ കണ്ടിട്ടുണർന്നവനോ പോലെ എന്തോ അല്ല, ഞാനിപ്പോ പറയാം ശ്രീ മഹാഗണപതിയെ നമഃ എന്നുള്ളതിന്റെ അവസാനത്തെയാണ് ഇത് വരുന്നത് അല്ലെ. നമഃ എന്നുള്ളതിന് മായാണ് വന്നിരിക്കുന്നത്. അപ്പം ശ്രീ മഹാഗണപതിയെ നമഃ എന്ന് പറയുന്ന ഓരോ അക്ഷരത്തിന്റെ ആദ്യ അക്ഷരം വെച്ചിട്ട് ഇതിന്റെ അവസാനത്തെ ലാസ്റ്റ് ആണ് പറഞ്ഞത്. മത്പ്രാണനും പരനും. മത്പ്രാണൻ എന്ന് പറഞ്ഞാൽ എന്റെ ഉള്ളിലുള്ള ജീവാത്മാവ്, പരൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവ്. ഇത് ഒന്നിൽ നിന്ന് വന്നതാണ് അല്ലെ.
ഒന്നെന്നുറപ്പവന്. അതായത് നമുക്കറിയാം, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, എഴുത്തച്ഛൻ ആരുടെ ഫോളോവർ ആണ്? ശങ്കരാചാര്യരുടെ ഫോളോവർ ആയതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നെന്ന്. പക്ഷെ നമ്മൾ എന്താ വിചാരിക്കുന്ന? ഒന്നിൽ നിന്ന് വന്നതാണ്, അല്ലെങ്കിൽ ഒന്നിന്റെ അംശം തന്നെയാണ് എന്നാണ് നമ്മൾ അതിനെ പറയേണ്ടത്. തത്പ്രാണ ദേഹവും അനിത്യം കളത്രധനം. കളത്രധനം അതായത് നമ്മുടെ ദേഹം എന്താണ്? അനിത്യമാണ്. അത് വളരെ വ്യക്തമല്ല. നമ്മൾ ഭഗവത്ഗീതയിൽ ഇന്ന് കണ്ട ശ്ലോകവും ഒക്കെ ഇതാണ് പറയുന്നത്. കളത്രധനം, കളത്രം എന്താണ്? ഭാര്യ. അതുപോലെ ധനവും എല്ലാം തന്നെ എന്താണ്? നമ്മൾ അനിത്യമാണ്, നിലനിൽക്കുന്നതല്ല. സ്വപ്നാദിയിൽ പലവ് കണ്ടാൽ ഉണർന്നവനോടൊപ്പം ഗ്രഹിക്കത. അതായത് സ്വപ്നത്തിൽ നമ്മൾ പലതും കണ്ടിട്ട് ഉണർന്നു നോക്കുമ്പോൾ അതൊന്നും ഇല്ല എന്ന പോലത്തെ ഒരു അനുഭവമാണ് എന്ത് സംഭവിക്കുന്നത്? ഈ സംഭവം നമ്മൾ നമ്മുടെ ഈ ശരീരവും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ളവരും ബന്ധുക്കളും ബന്ധുമിത്രാദികളും ഭാര്യയും നമ്മുടെ ധനവും ഒക്കെ നമുക്ക് ഉണ്ടെന്ന് തോന്നിക്കുകയാണ് നമുക്കല്ലേ? ഇതെല്ലാം ശരിക്കും എന്താണ്? വളരെ വളരെ ടെമ്പററി ആണ് എന്ന് പറഞ്ഞ ഒരു സ്വപ്നത്തിൽ നമ്മൾ എന്തൊക്കെയോ കണ്ടിട്ട് ഉണർന്നു നോക്കുമ്പോൾ അതൊന്നും ഇല്ല എന്ന് തോന്നുന്നത് പോലെ തന്നെയാണ്, അല്ലയോ നാരായണ, ഈ പറയുന്ന നമ്മളുടെ ഈ പുത്രൻ, ഭാര്യ, കളത്രം, അതുപോലെ തന്നെ നമ്മളുടെ ധനം എല്ലാം എന്ന് ഇവിടെ പറയുവാണ്. ഇനി അടുത്ത ശ്ലോകം മാതാജി. അൻപേണമെൻ മനസ്സി ശ്രീനീലകണ്ഠ ഗുരു അൻപോരു കാക്ഷമിതി വാഴ്ത്തുന്നു ഞാനുമിക. അൻപത്തൊരക്ഷരവും ഓരോന്നിതൻ മൊഴിയിൽ അൻപോടു ചേർക്ക ഹരി നാരായണായ നമ. ഗുരുവിനെയാണ് ഇവിടെ വന്ദിക്കുന്നത്. കവി തന്റെ ഗുരുവായിരുന്ന ശ്രീ നീലകണ്ഠന് ഈശ്വരന് തുല്യം, എന്നുവെച്ചാൽ വിഷ്ണുവിന് തുല്യം സ്തുതിക്കുകയാണ്. ഗുരു എന്ന പദത്തിന് അച്ഛനും ജ്യേഷ്ഠനും എന്നൊക്കെ അർത്ഥമുണ്ട്. ആകയാൽ ഈ നീലകണ്ഠൻ എന്ന പേരുള്ള ആ ഗുരു തന്നെയാണ് അദ്ദേഹത്തിന്റെ പിതാവുമെന്നും അഭിപ്രായമുണ്ട്. ആ ഗുരുവിന്റെ ഓർമ്മ എപ്പോഴും മനസ്സിൽ കുടികൊള്ളുന്നുണ്ട്. ഇനി താൻ ചമയ്ക്കുന്ന ശ്ലോകങ്ങളെല്ലാം തുടക്കത്തിൽ ഓരോ വാക്കും ആ തൊട്ടുള്ള 51 അക്ഷരക്രമത്തിൽ തന്നെയാണ് ആരംഭിക്കുന്നത്. ശ്രീനാരായണ കരുത്ത് നൽകണമെന്നും അപേക്ഷിക്കുന്നു. നാരായണൻ വേണം അത് എഴുതാൻ കരുത്ത് നൽകാനായിട്ട്. അതിനായി ശ്രീനാരായണനെ നമസ്കരിക്കുകയാണ്. ഈ പദ്യത്തിലൂടെ കവി അമ്പോരുകാശൻ, അതാണ് ആ തൊട്ടുള്ളത്, അമ്പോരുകാശനെയാണ് ഉദ്ദേശിക്കുന്നത്. ഗുരുവായിട്ട് ഭഗവാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത്രയാണ് ഇതിനകത്ത്. അൻപേണം എൻ മനസ്സി, അതായത് എന്റെ മനസ്സിൽ കരുണ ഉണ്ടാകണം, അല്ലെങ്കിൽ കൃപയുണ്ടാകണം. ശ്രീനീലകണ്ഠ ഗുരുവിന്റെ കാരുണ്യം ഉണ്ടെങ്കിലേ മാത്രമേ നമുക്ക് മുന്നോട്ട് നമ്മളുടെ ഭക്തി സേവനം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഈ എഴുത്തച്ഛന് ഇവിടെ അദ്ദേഹത്തിന്റെ ഗുരുവായ നീലകണ്ഠ ഗുരുവിനെ ചിലർ മഹാദേവൻ എന്ന് പറയുന്നുണ്ട്, ചിലർ അദ്ദേഹത്തിന്റെ പിതാവാണെന്ന് പറയുന്നു, ചിലർ അദ്ദേഹത്തിന്റെ അമ്മാവനാണെന്ന് പറയുന്നുണ്ട്, ചിലര് അങ്ങനെ പല രീതിയിലും പറയുന്നുണ്ട്. അന്ന് മരുമക്കത്തായ അപ്പൊ അങ്ങനെ അൻപേണം എൻ മനസ്സി, അതായത് കൃപയുണ്ടാകണം, ഗുരുവിന്റെ അൻപ് അല്ലെങ്കിൽ ദയവുണ്ടായി അദ്ദേഹം എനിക്ക് ആരെ തരണം? ഭഗവാനെ തരണം. അങ്ങനെയാണ് എന്താണ്? ഗുരുവിന്റെ കൃപയാലാണ് അൻപോരുകാശനെ കിട്ടുന്നത്. അൻപോരുകാശൻ ആരാണ്? ജഗദീശ്വരനായ ഭഗവാനാണ് അൻപോരുകാശൻ. ഗുരുവിന്റെ കൃപയുണ്ടെങ്കിലേ ഭഗവാനെ കിട്ടുള്ളൂ. അപ്പൊ ആ അൻപോരുകാശന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് എഴുതി വാഴ്ത്തുന്നു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സ്തുതിയാണ് എഴുതാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് എന്റെ ഗുരുവായ ശ്രീനീലകണ്ഠ ഗുരുവിന്റെ അനുഗ്രഹം വേണം. എന്നിട്ട് അങ്ങനെ കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് 51 അക്ഷരത്തിൽ ഓരോന്ന് എഴുതി എന്റെ മൊഴിയില് ഇത് വരികയുള്ളൂ. ഇത് എന്റെ മൊഴിയിൽ ഇതിങ്ങനെ ചേർക്കണമെങ്കിൽ 51 അക്ഷരങ്ങൾ കൊണ്ടും, അതായത് സ്വരങ്ങളും വ്യഞ്ജനങ്ങളുമായിട്ട് ഉള്ള ഈ 51 അക്ഷരങ്ങൾ കൊണ്ട് ഈ അൻപോരുകാശനെ പറ്റി എന്തെങ്കിലും സ്തുതിക്കണമെങ്കിൽ അതിന് ശ്രീനീലകണ്ഠ ഗുരുവായ ആ ഗുരുവിന്റെ കാരുണ്യത്താൽ ഭഗവാൻ എന്താണ്? ഭഗവാന്റെ കൃപ ഉണ്ടായെങ്കിൽ മാത്രമേ എനിക്ക് ഈ 51 അക്ഷരത്താൽ ഭഗവാനെ സ്തുതിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇതിന്റെ സമ്മറി. ഹരേ കൃഷ്ണ. ഇത്രയും നാൾ നമ്മളിത് വായിച്ചപ്പോൾ ഇതെന്താണ് നമുക്ക് ആർക്കെങ്കിലും മനസ്സിലായി? നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടില്ല, കേട്ടിട്ടുണ്ട്. നാട്ടിലുള്ള ഗ്രാമങ്ങളിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ റെക്കോർഡ് ഇട്ട് കേട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് അറിയില്ലായിരുന്നു അല്ലെ? ഇത്ര സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞത്. അൻപേണം എൻ മനസ്സി ശ്രീനീലകണ്ഠഗുരു അംഭോരുഹാഷമിതി വാഴ്ത്തുന്നു ഞാനിമിക. വാഴ്ത്തുന്നു, ഭഗവാനെ സ്തുതിക്കുന്നു. 51 അക്ഷരവും ഓരോന്നിതെൻ മൊഴിയിൽ, എന്റെ വാക്കിൽ, എന്റെ കീർത്തനത്തിൽ ഇത് ഓരോന്നും 51 അക്ഷരത്തിലെ ഓരോന്നും വരണം. അൻപോട് ചേർക്ക, അതിങ്ങനെ ചേർത്ത് വെക്കണം. അത് വളരെ കൃത്യമായിട്ട് എഴുതുന്നതിന് അത് ചേർത്ത് വെച്ചിട്ടുണ്ടല്ലേ? ഈ 51 അക്ഷരവും കൂടെ ചേർത്തിട്ട് ഇനി അടുത്ത ഇതിപ്പോ ആയിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഈ
ഈ ഈ അങ്ങനെ അങ്ങ് നമ്മൾ ആ പഠിച്ച അതെ, ആ 51 അക്ഷരത്തിലെ അക്ഷരങ്ങളെല്ലാം വരും. ഓരോ അതെ. അക്ഷരം എടുത്തിട്ടാണ് ഇനി എഴുത്തച്ഛൻ അങ്ങോട്ടേക്ക് ചെയ്യണം. അത് എത്ര കൃത്യമായിട്ടാണ് ചേർത്തിരിക്കുന്നത്, എത്ര പ്രാസമായിട്ടാണ്, എത്ര ഭംഗിയായിട്ടാണ്, അതൊന്നും നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല. മലയാള ഭാഷ അത്ര നല്ലതായിട്ട് അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. ഹരി ബോൾ, ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളുടെ ആ, സമയം അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ഹരിനാമ കീർത്തനം ഇനി നമ്മളിത് ഇത് പഠിക്കണം. എല്ലാവരും പഠിച്ചു കഴിഞ്ഞ് എന്നാ പറയുന്നത് ഒരു റിവിഷൻ പോലെ നമുക്കിത് തീരുമ്പോൾ നമുക്ക് എടുക്കാം. ഇതിന്റെയൊക്കെ നമ്മൾ പച്ചക്കിളി പവിഴവർണ്ണം എന്നൊക്കെ കേട്ടു അല്ലെ? ആ ശ്ലോകം നിങ്ങൾ പലരും ആ സമയത്തൊക്കെ എക്സിറ്റ് ആകുകയാണ് പതിവ്. കേട്ടിട്ടില്ലായിരിക്കും. യൂട്യൂബ് കേട്ടവർക്കൊക്കെ ചിലപ്പോൾ മനസ്സിലാകും എന്താണ് പച്ചക്കിളി പവിഴവർണ്ണം എന്നൊക്കെ. ഞാനും ഒരുപാട് വിചാരിച്ചിരുന്നു എന്താണ് ഈ പച്ചക്കിളി പവിഴവർണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതല്ല, സത്വരജസ് തമോ ഗുണങ്ങളെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. അപ്പൊ ഇനി സമയം ഉണ്ടെങ്കിൽ ഉള്ളവർക്ക് മാത്രം ഒരു 5 മിനിറ്റ് ഇരിക്കുക. ഞാൻ വളരെ ഷോർട്ട് ചെയ്തിട്ട് പറയാണ്. നമ്മള് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ, ആരുടെയാണ് രാമചരിതമാനസം? നമ്മൾ തുടക്കത്തിൽ ശ്രീരാമചന്ദ്ര ഭഗവാനെ പറ്റി പറഞ്ഞു. ഇന്ന് രാമനവമി ആയതുകൊണ്ട് മാനസം എഴുതിയത് ആരാണ്? അറിയില്ല. തുളസീദാസൻ. തുളസീദാസ് ആണ് അല്ലെ. അതുപോലെ തന്നെ പരമഭക്തനായ ഒരു രാമഭക്തൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് കബീർദാസ് അല്ലെ. കബീർദാസ് മുസൽമാനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ കബീർദാസിനെ പറ്റിയാണ് ഞാൻ വളരെ കുറച്ചാണ് പറയുന്നത്. കാര്യം എല്ലാവർക്കും എക്സിറ്റ് ആകാനുള്ള സമയം ആയതുകൊണ്ട് ഞാൻ ആരെയും എന്താണ് ഇത് ചെയ്യുന്നില്ല. എനിക്കറിയാം നമ്മൾ ക്ലാസ് നീണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അത് ബുദ്ധിമുട്ടായിട്ട് വരും. എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്തിട്ട് ഉറങ്ങാനുള്ള സമയമൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ കബീർദാസ് അതിന്റെ ആ ഒരു ജനനത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ശ്രീ സമ്പ്രദായത്തിൽപ്പെട്ട ആചാര്യൻ, കലിയുഗത്തിലെ ആചാര്യൻ ആരാണ്? ഈ രാമാനുജാചാര്യർ. രാമാനുജാചാര്യർ അല്ലെ. രാമാനുജാചാര്യര് ഈ ശ്രീ സമ്പ്രദായത്തിലെ ആചാര്യനാണ്. അപ്പൊ ഈ ശ്രീ സമ്പ്രദായത്തിലെ ആചാര്യനായ ഈ പറയുന്ന രാമാനുജാചാര്യര് എന്ന് പറഞ്ഞാൽ ഒരുപാട്, അദ്ദേഹം ആരാണ്? രാമന്റെ അനുജൻ ആരാണ്? ഹരേ കൃഷ്ണ. ആരും ഇല്ല, എല്ലാരും പോയോ? ലക്ഷ്മണൻ. അപ്പൊ ലക്ഷ്മണൻ ആരാണ്? അനന്തൻ അല്ലെ, അല്ലെങ്കിൽ ബലരാമൻ. അപ്പം ബലരാമന്റെ അവതാരമാണ് ഈ പറയുന്ന രാമാനുജാചാര്യർ. അപ്പൊ ഈ രാമാനുജാചാര്യര് കാശിയിൽ അദ്ദേഹത്തിന് പ്രത്യേക ഒരു കാശിയിലെ രാമാനുജാചാര്യ ഒരു ഘട്ടമൊക്കെ ഉണ്ട്. ഗംഗാസ്നാനം ചെയ്യാനുണ്ട് അല്ലെ. അദ്ദേഹം അങ്ങനെ ഗംഗാസ്നാനം ചെയ്യേണ്ട ഒരു സ്ഥലമൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് പല സ്ഥലത്തും ആശ്രമങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ശ്രീ സമ്പ്രദായം എല്ലായിടത്തും പ്രചരിപ്പിച്ച, അതായത് മഹാലക്ഷ്മിയാണ് അദ്ദേഹത്തിന്റെ ഗുരു. ഭഗവാനിൽ നിന്ന് മഹാലക്ഷ്മിക്ക് ഈ ജ്ഞാനം കിട്ടിയിട്ട് മഹാലക്ഷ്മിയുടെ ഉപാസകരായിട്ട് നമുക്കറിയാം. ഇങ്ങനെ വീതിയിൽ ഇങ്ങനെ തിലകിട്ടിട്ട് നടുക്ക് ഇങ്ങനെ ലക്ഷ്മിയെ സൂചിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഒരു റെഡ് കളറുള്ള തിലകിടുന്നവരാണ് ശ്രീ സമ്പ്രദായക്കാർ. അത് വൈഷ്ണവ സമ്പ്രദായമാണ്. 4 വൈഷ്ണവ സമ്പ്രദായങ്ങളിലെ ഒരു സമ്പ്രദായമാണ്. അപ്പം ഈ രാമാനുജാചാര്യര് ഇങ്ങനെ കാശിയിൽ ഇങ്ങനെ ഇരിക്കെ ചെയ്ത് ഒരുപാട് പേര് ഇദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങാനും ഇദ്ദേഹത്തിനോട് പല കാര്യങ്ങളും പറയാനും ചോദിക്കാനും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ ഒരു ബാലിക അവിടെ വന്നു. ബാലിക അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ ബാലിക അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ ഇങ്ങനെ വീണ് നമസ്കരിച്ചിട്ട് ആ ബാലിക ഒന്നും തന്നെ ചോദിച്ചില്ല. ഇങ്ങനെ ഇദ്ദേഹത്തിനെ കാണാനും, പക്ഷെ ഭയങ്കര സങ്കടത്തിലായിരുന്നു ഈ ബാലിക വന്നത്. അപ്പൊ ഇവരുടെ സങ്കടമൊക്കെ മാറ്റട്ടെ എന്ന് വെച്ചിട്ട് രാമാനുജാചാര്യർ പറഞ്ഞു പുത്ര സൗഭാഗ്യവതി ഭവ എന്ന് പറഞ്ഞ് അദ്ദേഹം അറിയാതെ പോലും കൂടി ഈ പറഞ്ഞൊരു കുട്ടിക്ക് ഇങ്ങനെ അസ്ഥാനത്തൊരു ബാലികയായിട്ടുള്ള ഒരു കുട്ടിക്ക് അസ്ഥാനത്തൊരു അനുഗ്രഹം കൊടുത്തു. ഇതങ്ങ് കൊടുത്ത് ഇത് കേട്ട മാത്രയിൽ ഈ ബാലിക അങ്ങ് പൊട്ടിക്കരയാൻ തുടങ്ങി. എന്റെ ദൈവമേ, ഞാന് ഈ അനുഗ്രഹം കൊടുത്തത് വൃഥാവിലായല്ലോ. ഞാൻ ഒരു കുട്ടിയാണെന്ന് ഓർത്തുമില്ല. ഞാൻ ഈ കുട്ടിക്ക് പുത്ര സൗഭാഗ്യവതി ഭവ എന്ന് പറഞ്ഞ് കൊടുത്ത ഈ കുട്ടിക്ക് പുത്രൻ ഉണ്ടാകുമോ ഇല്ലയോ, അതിനുള്ള സമയമായിട്ടില്ല, പ്രായമായിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ബാലികയ്ക്ക് ഞാൻ ഈ വരം കൊടുത്തത് തെറ്റായി പോയല്ലോ. ഞാൻ എന്ത് അപരാധം ചെയ്തു, എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ നാവ് പിഴച്ചതെന്നൊക്കെ രാമാനുജാചാര്യ ശിഷ്യന്മാരൊക്കെ ഇങ്ങനെ അന്തിച്ചു നിൽക്കുക. എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഇതേപോലെ ഒരു കുട്ടിയെ കണ്ടിട്ട് ഇതേപോലെയുള്ളൊരു ഇത് കൊടുക്കാൻ പറ്റുന്നില്ല. ആ കുട്ടി ഇങ്ങനെ കരഞ്ഞു. അപ്പോഴത്തേനും ഈ പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. ഈ ആചാര്യന്മാർക്കൊക്കെ ഒന്ന് വായിൽ നിന്ന് അത് പോന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല.
അപ്പൊ അങ്ങനെയുള്ള ഇന്ന് എന്റെ പുത്രൻ ഉണ്ടാകില്ല എന്ന് തിരിച്ചു പറയാൻ പറ്റുമോ? അപ്പൊ അതിലപ്പുറം ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ആ, എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയോട് ചോദിച്ചു, നീ എന്താണ് കരയുന്നതെന്ന് ചോദിച്ചു. കരയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, അതെ, എനിക്കൊരു ശൈശവ വിവാഹം എന്നെ കഴിപ്പിച്ചിരുന്നു. വീട്ടുകാരെല്ലാരും കൂടി അന്ന് ഈ ശൈശവ വിവാഹം നിലനിന്നിരുന്ന ബാലികമാരെ വിവാഹം കഴിച്ചു വിടുന്ന സമയം എന്റെ ഭർത്താവ് മരിച്ചുപോയി. അപ്പൊ അതുപോലെ അങ്ങ് എനിക്ക് ഈ വരം തന്നു. അങ്ങനെ എനിക്ക് എങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാകുന്നത്? എന്റെ ഭർത്താവ് മരിച്ചുപോയി, ഇനി ഞാൻ വിധവയാണ്. വിധവകൾക്ക് വിവാഹമൊന്നും പറഞ്ഞിട്ടുമില്ല. വിധവകള് ആജീവനാന്തകാലം വിധവയായിട്ട് തന്നെ കഴിയണം. അന്നത്തെ കാലത്തെ ആചാരങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് വളരെയധികം വിഷമം ഉണ്ടായി. വളരെയധികം വിഷമം ഉണ്ടായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ആ കുട്ടിയെ സമാധാനിപ്പിച്ചിട്ട് കുട്ടിയെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഇദ്ദേഹം പ്രാർത്ഥന നടത്തി ഇദ്ദേഹം വളരെയധികം വിഷമിച്ചു. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വരം കൊടുക്കാനായിട്ട് എനിക്ക് തോന്നിച്ചതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരം കൊടു ആരെയാണ് ആദ്യം വിചാരിക്കുന്നത്? രാമാനുജാചാര്യരുടെ ഗുരു ആരാണ്? ലക്ഷ്മി ദേവി. അപ്പൊ ലക്ഷ്മി ദേവിയെ ഇങ്ങനെ വിചാരിച്ചു. അപ്പൊ നമുക്ക് വിഷമം ഉണ്ടാകുമ്പോൾ നമുക്ക് ചോദിക്കാനായിട്ടും പറയാൻ പറ്റിയ ആളാണ് നമ്മുടെ ഗുരുവാണ്, അല്ലെ? ലക്ഷ്മി ദേവി വിചാരിച്ചു. അപ്പൊ ലക്ഷ്മി ദേവി ഭഗവാനുമായിട്ട് അവിടെ എന്തോ വഴക്കൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് അവിടെ നിന്ന് പോരുവാണ്. അപ്പൊ നേരെ രാമാനുജാചാര്യ അടുക്ക് വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, എന്തിനാണ് നീ വിഷമിക്കുന്നത്? അല്ലെ, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങളുടെയൊക്കെ ഇച്ഛയാലും അറിവാലുമാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടൊന്നും വറീഡാകേണ്ട ആവശ്യമില്ല. സമാധാനമായിട്ട് ഇരിക്കൂ. എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ വഴിക്ക് നടന്നുകൊള്ളും. അതൊക്കെ തനിയെ മനസ്സിലായിക്കൊള്ളൂ എന്ന് പറഞ്ഞ് ലക്ഷ്മി ദേവി അവിടുന്ന് അന്തർധാനം ചെയ്തു. അങ്ങനെ അതിനൊക്കെ വേറെ കുറെ കഥകളുണ്ട്. ലക്ഷ്മി ദേവി വരുന്നതും ലക്ഷ്മി ദേവി അവിടെ നിന്ന് ഭഗവാനായിട്ട് തെറ്റിപ്പിരിഞ്ഞു പോരുന്നതും ഒക്കെ തന്നെ വേറെ കുറെ സംഭവങ്ങൾ അതിന്റെ കൂടെ ഉണ്ട്. ഞാൻ വളരെ ചെറുതായിട്ട് പറഞ്ഞു നിർത്താണ്ട് പോവാണ്. അങ്ങനെ എന്ത് ചെയ്തു? കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത്? ഈ കുട്ടി ഗർഭവതിയായി. ഈ പെൺകുട്ടി ഗർഭവതിയായി കഴിഞ്ഞ് അത് ആ ഗർഭത്തിലേക്ക് വന്ന് കയറുന്നത് ആരാണ്? അവിടെ അവിടെ ഭഗവാന്റെ അടുക്കൽ കാത്തിരിപ്പുണ്ട്. ആരാണ്? ഭഗവാന്റെ നിത്യഭക്തനായ പ്രഹ്ലാദ് മഹാരാജാവ് എവിടെ കാത്തിരിപ്പുണ്ട്? വൈകുണ്ഠത്തില്. ഭഗവാന്റെ പാർഷദനാണ്, അല്ലെ? നിത്യസേവകനായിട്ടുള്ള പ്രഹ്ലാദ് മഹാരാജാവ് അവതാരം എടുക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. ആ പ്രഹ്ലാദ് മഹാരാജാവിനെ ഭഗവാൻ എന്ത് ചെയ്തു? ഈ ബാലികയുടെ ഗർഭത്തിലേക്ക് കയറാനായിട്ട് ഭഗവാൻ പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെ ഈ പ്രഹ്ലാദ് മഹാരാജാവ് ഈ ബാലികയുടെ ഗർഭത്തിൽ വന്ന് പ്രവേശിക്കുന്നു. അങ്ങനെ ബാലിക ഗർഭവതിയാകുന്നു. ബാലിക ആകെപ്പാടെ സങ്കടപ്പെട്ടു. ആരോടെങ്കിലും പറയാൻ പറ്റുമോ താൻ ഗർഭവതിയാണെന്ന്? അപ്പം എന്താണ് അങ്ങനെ ബുദ്ധിമുട്ടായി ഈ ബാലിക ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് വന്ന് ഗംഗാതീരത്ത് കഴിയാണ്. അങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ 10 മാസമൊന്നും എടുത്തില്ല, ഈ ബാലിക പ്രസവിച്ചു. ബാലിക ആരും അറിയാതെ ആ കുട്ടിയെ ഗംഗാതീരത്ത് കൊണ്ട് കിടത്തിയിട്ട് ബാലിക അവിടുന്ന് ഓടിപ്പോകുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഒരു വലിയ താമരപുഷ്പം വന്നിട്ട് എന്ത് ചെയ്തു? ഈ കുട്ടിയെ അങ്ങ് സ്വീകരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേന് അനന്തൻ വന്നിട്ട് എന്ത് ചെയ്തു? ഈ കുട്ടിക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് കൊടയായിട്ട് വന്നു നിന്നു. പിന്നെ ഈ സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഒരുപാട് നാളായിട്ട് കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്ന ഒരു മുസൽമാനും ഭാര്യയും അതുവഴി വരുന്നത്. അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതേപോലെ എന്താണ് ഒരു താമര പുഷ്പത്തിൽ ഒരു കുട്ടി ഇരുന്ന് ഇങ്ങനെ കരയുന്നു. അവര് ചെന്ന് അവിടെ ചുറ്റുപാട് നോക്കിയപ്പോ ആരെയും കാണുന്നില്ല. ആരെങ്കിലും വെച്ചിട്ട് പോയതാണോ? ഇത്രയും വലിയ താമര പുഷ്പത്തെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പൊ അവര് വിചാരിച്ചു അവരുടെ അവർക്ക് കൊടുത്ത എന്താണ് നിധിയാണ്. ഒരുപാട് നാളായിട്ട് കുട്ടികളില്ലാതെ വിഷമിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്തു? ആ കുട്ടിയെ എടുത്തു. ഇനി ആർക്കെങ്കിലും കുട്ടിയുടെ ഉടമസ്ഥര് വരുവാണെങ്കിൽ കൊടുക്കാം എന്നുള്ള രീതിയിലൊക്കെ എടുത്തു. എന്നിട്ട് കുട്ടിയെയും കൊണ്ട് എന്ത് ചെയ്തു? കുട്ടിയെയും കൊണ്ട് അവരുടെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേനും ഈ കുട്ടിക്ക് നാമകരണം എന്നുള്ള സംഭവങ്ങളൊക്കെ നടത്തി. അപ്പൊ ഈ കുട്ടി സംസാരിക്കുന്നുമില്ല. അങ്ങനെ നാമകരണമൊക്കെ നടത്തി. കബീർ എന്നുള്ള പേരൊക്കെ ഇട്ടു. അതിന്റെ ഇടയ്ക്ക് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടിയെ എന്താണ് അധ്യയനം കൊടുക്കണമല്ലോ, എന്തെങ്കിലും വിദ്യാഭ്യാസം കൊടുക്കണമല്ലോ. അങ്ങനെ വിട്ടു കഴിഞ്ഞപ്പോൾ സമയത്തൊന്നും ഈ കുട്ടി പൊളിക്കുന്നില്ല. അങ്ങനെ ഈ കുട്ടിക്ക് പല രീതിയിലുള്ള ഭാവാവസ്ഥകളൊക്കെ വരുന്നപ്പോൾ ഈ പറയുന്ന ഈ ഉസ്താദ് തന്നെ പറഞ്ഞു വിട്ടു, ഈ കുട്ടിയെ എന്താണ് ഈ കുട്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ഈ കുട്ടി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് എന്താണ് എനിക്ക് തോന്നുന്നു, എന്റെ മനസ്സിൽ തോന്നുന്നത് ഹൈന്ദവരുടേതായിട്ടുള്ള രീതിയിലുള്ള
ഈ അന്നപ്രാശവും അതുപോലെ തന്നെ അവരുടെ രീതിയിലുള്ള ഏതെങ്കിലും മന്ത്രങ്ങളും കേട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ കുട്ടി സംസാരിച്ചു തുടങ്ങുമായിരിക്കും. അതുപോലെ തന്നെ അങ്ങനെ ഒക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ഈ ഇദ്ദേഹത്തിന് കബീർദാസിന്റെ അച്ഛന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ, ഹിന്ദു ആയിട്ടുള്ള ഒരാളുടെ വീട്ടിൽ പോയി അവർ ഓഫർ ചെയ്ത ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ കുട്ടി ആദ്യമായിട്ട് ഭക്ഷണം കഴിച്ചു, ഭഗവാന്റെ പ്രസാദം കഴിച്ചു. അതിനുശേഷം അവിടെ എന്താണ് രാമരാം എന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു, രാമരാമെന്ന് തിരിച്ചു പറഞ്ഞു. അപ്പോഴത്തേനും ഇവരുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഏകദേശം ഒരു ധാരണയായി ഈ കുട്ടി എന്താണ് ഏതോ ഹൈന്ദവരുടെ ഒരു ഒരു കുട്ടിയാണ്, അതുകൊണ്ട് ആ ഒരു രീതിയിൽ മാത്രമേ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെ രാം രാം കേട്ട് ആദ്യമായിട്ട് ഈ കുട്ടി പറഞ്ഞതും രാമരാമാണ്. അങ്ങനെ ഈ രാമനാമത്തിന്റെ പ്രവാചകനായിട്ട് ഈ തുളസീദാസിന്റെ ഈ കബീർദാസിന്റെ ഓരോ ഘട്ടത്തിലും ഈ രാമനാമം എങ്ങനെ പ്രചരിപ്പിക്കാം, എങ്ങനെ കേൾക്കാം, അങ്ങനെ ഇരിക്കെ ചെയ്താണ് ഇദ്ദേഹത്തിന് ഇദ്ദേഹം അറിഞ്ഞത് ഈ ഇവിടെ എന്താ പറയുന്നത്, ഈ ഗംഗാതീരത്ത് കാശിയില് അവിടെ ഈ രാമാനുജാചാര്യർ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. അതായത് ഗുരുവായിട്ട് സ്വീകരിക്കാനായിട്ട് മുസൽമാനായിട്ടുള്ള ആളെ ഒരിക്കലും ഗുരുവായിട്ട് ഈ പറയുന്ന രാമാനുജാചാര്യർ സ്വീകരിക്കത്തില്ല എന്നും അറിയാം. അപ്പോൾ എന്ത് ചെയ്തു, ഈ വളരെ ഒളിഞ്ഞും പാത്തും അദ്ദേഹം പോയി കാശിയിൽ ഇങ്ങനെ നിന്ന്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയും, ഗുരുവിന്റെ പ്രവൃത്തി നിരീക്ഷിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു, രാവിലെ എണീറ്റ് ബ്രഹ്മമുഹൂർത്തത്തിൽ പോയിട്ട് ഗംഗാസ്നാനം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് ഈ പറഞ്ഞ തിലക ധാരണ എല്ലാം കഴിഞ്ഞു വന്ന് പിന്നീട് ധ്യാനത്തിലിരിക്കുന്നു, നാമം ജപിക്കുന്നു, ഹരിനാമം ജപിക്കുന്നു. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അദ്ദേഹം കുറച്ചു ദിവസം അവിടെ ഇരുന്ന് ഒളിവിലിരുന്ന് വീക്ഷിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഇദ്ദേഹം തലകീഴായിട്ട് അദ്ദേഹം തലകീഴായിട്ട് അവിടെ ഈ പടവുകളില് ഇങ്ങനെ ഇരുട്ടാണ്, ഈ ബ്രഹ്മമുഹൂർത്തം നമ്മൾ സമയം ഇരുട്ടാണ്. അപ്പൊ ആ പടവിൽ ഒരാൾ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാലൊന്നും കാണത്തില്ല. അങ്ങനെ കിടന്നു. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ രാമാനുജാചാര്യർ രാവിലെ വിളിക്കാനായിട്ട് ഗംഗാ ഘട്ടിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്തു, നേരെ കബീർദാസിന്റെ തലയിൽ ഒരു ചവിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊരു വ്യക്തി അവിടെ കിടക്കുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്ത് ചെയ്തു, തലയിലല്ല ചവിട്ടിയത്, കാലിലാണ് ചവിട്ടിയത്. തിരിഞ്ഞ്, കാര്യം എന്താണ്, കണ്ണ് തുറന്നും നേരെ മുഖം കാണാവുന്ന രീതിയിൽ ആണ് കിടന്നത്. അപ്പൊ കാലിൽ ഇങ്ങനെ ചവിട്ടുകയും എന്തോ ചവിട്ടി അതൊരു മനുഷ്യനാണെന്ന് മനസ്സിലാകുകയും രാം രാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഇതാണ് എനിക്ക് മന്ത്രം തന്നു, ഗുരു ദീക്ഷ, ഗുരു മന്ത്രം കൊടുക്കുന്നതാണ്. അപ്പം എനിക്ക് ഗുരുവിന്റെ കയ്യിൽ നിന്ന് മന്ത്രം കിട്ടി എന്ന് പറഞ്ഞിട്ട് കബീർദാസ് വളരെ അധികം സന്തോഷത്തോടുകൂടി അവിടുന്ന് പെട്ടെന്ന് ഓടി മറയുകയാണ് ചെയ്തത്. അപ്പം ആ ഒരു ഗുരുവിനെ എങ്ങനെ കിട്ടി, ഗുരുവിൽ നിന്ന് മന്ത്രം എങ്ങനെ കിട്ടി എന്നുള്ള കാര്യം വളരെയധികം പ്രധാനമാണ്, അല്ലെ? അങ്ങനെ പോലും കൂടിയാണ് ഗുരുവിൽ നിന്ന് മന്ത്രം രാം രാം എന്ന് ആ ഗുരു വെച്ചു. കാര്യം അത് മന്ത്രദീക്ഷയായിട്ട് എടുത്തിട്ട് ആ ഗുരുവിൽ നിന്ന് കിട്ടിയ മന്ത്രമാണ് പിന്നീട് കബീർദാസ് രചിച്ച ഓരോ വരികളിലും. കബീർദാസ് ദോഹ എന്ന് പറഞ്ഞ് നമ്മൾ സ്കൂളിലൊക്കെ ഹിന്ദിയിൽ പഠിച്ചിട്ടുണ്ട്. കബീർദാസിന്റെ ദോഹ എന്ന് പറയും അദ്ദേഹം എഴുതിയത്. അപ്പൊ ആ ഒരു ദോഹയിലൊക്കെ തന്നെ ഈ രാമമന്ത്രവും എന്റെ ആ ഒരു ലീലകളല്ല അദ്ദേഹം കൂടുതൽ എഴുതിയിരിക്കുന്നത്, രാമമന്ത്രത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്രഭാവം, രാമൻ ജീവിച്ച ആ ഒരു രീതികളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എഴുതിയത്. അദ്ദേഹം തന്നെ പല ക്ഷേത്രങ്ങളിൽ സന്ദർശിച്ചു. അതുപോലെ അന്ന് അത്ര വലിയ അത്യാചാരം, ഇദ്ദേഹത്തിനെതിരെ ഒരുപാട് ആക്രമണങ്ങളും ഇവരുടെ ആ ഒരു സമുദായത്തിൽപ്പെട്ട ആൾക്കാർ അദ്ദേഹത്തിനെ വധിക്കാൻ ഒരുങ്ങി. അതൊക്കെ ഒരുപാട് ലീലകൾ ഇങ്ങനെ ഉണ്ട്. പക്ഷെ ആരാണ്? പ്രഹ്ലാദ് മഹാരാജാവാണ്, അല്ലെ? ഭഗവാന്റെ മന്ത്രം പ്രചരിപ്പിക്കാനായിട്ട് അവതരിച്ചത് ഏത് ശരീരത്തിലാണെങ്കിലും അദ്ദേഹത്തിന് ആ ഒരു രാമനാമത്തിന്റെ പ്രഭാവത്താൽ അദ്ദേഹത്തിന്റെ ആയുധം എന്ന് പറഞ്ഞാൽ രാമനാമമായിരുന്നു. നമുക്കറിയാം, പണ്ടാർപൂരിൽ വന്നിട്ട് ഭഗവാനെ നേരിട്ട് കണ്ട വ്യക്തിയാണ് കബീർദാസ്. ഞാൻ ഇന്നാള് അതിനെപ്പറ്റിയും പറഞ്ഞാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കബീർദാസിനെ കൂടി ഈ രാമനവമി ദിവസം ഞാൻ ഓർക്കുകയാണ്. എല്ലാവർക്കും അങ്ങനെയുള്ള പരമഭക്തരുടെ അനുഗ്രഹവും ഉണ്ടാകട്ടെ. കബീർദാസിന്റെയും തുളസീദാസിന്റെയും അങ്ങനെയുള്ള പരമ രാമഭക്തരുടെ കൃപയും അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെ കൃപയും ഉണ്ടാകട്ടെ. മംഗളം രാമചന്ദ്രായ മഹനീയ ഗുണാബ്ധേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം. മംഗളം സത്യപാലായ ധർമ്മ സംസ്ഥിതി ഹേതവേ സീതാമനോഭിരാമായ രാമചന്ദ്രായ മംഗളം. വിശ്വാമിത്രാന്തരംഗായ അയോധ്യാനഗരീപതേ ഭാഗ്യാനാം പരിപാലായ ഭവ്യരൂപായ മംഗളം.
വേദവേദാന്തവേദ്യായ മേഘശ്യാമളമൂർത്തിയെ പുംസാം മോഹനരൂപായ പുണ്യശ്ലോകായ മംഗളം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂപസ്യ കൃപാസന്ധുഭേവച പതിതാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്തി കീ ജായ്, അനന്തകോടി ആചാര്യവന്തി കീ ജായ്.